നമ്മുടെ വിളിയോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ആന്തരിക വ്യക്തത ഇല്ലെങ്കിൽ നമ്മുടെ ഓട്ടം സ്ഥിരതയുള്ളതായിരിക്കത്തില്ല. നമ്മള് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ആരംഭിക്കുന്നത് ഇങ്ങനാണ്: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പോസ്തലൻ പൗലോസിനെ വിളിക്കുമ്പം കർത്താവ് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഇവിടെ പറഞ്ഞൊരു കാര്യം ഇതാണ്: അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക്. അപ്പോസ്തല പ്രവൃത്തിയിലാണ് ആ വാക്യം നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. അവർക്ക് പാപമോചനവും എല്ലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവന്റെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ നമ്മൾ വായിച്ചത് അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. ഈ ലോകത്ത് 2 ശക്തികളാണ് ആധിപത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇരുട്ടും ഒന്ന് വെളിച്ചവും. അല്ലേല് വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഈ ഗലാത്യയിലായിട്ട് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നിങ്ങളെ വിടിവിക്കേണ്ടതിന്. ഇപ്പോഴത്തെ ലോകത്തിന്റെ പ്രത്യേകത, സാത്താന്റെ ഒരു സിസ്റ്റത്തിന് കീഴിലാണ് ഇപ്പോഴത്തെ ലോകം കിടക്കുന്നത്. സാത്താനാൽ ഭരിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അപ്പൊ അവിടെ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. സാത്താനാൽ ഭരിക്കപ്പെടുക അല്ലെങ്കിൽ ഇരുട്ടിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവിക വ്യവസ്ഥയ്ക്ക് എതിരായ ഒരു വ്യവസ്ഥയുടെ കീഴിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളെ ദൈവിക അധികാരത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്കും. അപ്പൊ നമുക്കറിയാം, നമ്മൾ സാത്താന്റെ അധികാരത്തിലായിരുന്നപ്പം നമ്മൾ ജീവിച്ച എങ്ങനെയാണെന്നാണ് എഫേസ്യർ 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നത്. മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരം ഇഷ്ടമായതുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അവിടെ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചിട്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു തലത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ജഡത്തിനും മനോവികാരം ഇഷ്ടമായി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന തലത്തിൽ നിന്ന് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ മാറ്റുക എന്നുള്ളതാണ് ദൈവം പ്രാരംഭമായിട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മാനസാന്തരപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് സാക്രർ എപ്പോഴും പറയാറുണ്ടല്ലോ, 180 ഡിഗ്രി തിരിയുക. നമ്മൾ തിരിയുന്നത് നമ്മളിൽ നിന്ന് തന്നെ ദൈവത്തിങ്കിലേക്കാണ് തിരിയുന്നത്. അപ്പോസ്തലൻ വായിക്കുന്നുണ്ട്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. അപ്പൊ നമ്മളിൽ തന്നെ കേന്ദ്രീകൃതമായിരുന്ന, സാത്താനെ അനുസരിച്ച് നടക്കുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് നമ്മളത് ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടാനായിട്ട്, ദൈവേഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് മാനസാന്തരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ മാനസാന്തരപ്പെട്ട് നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിയുമ്പം, അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനം 10 വായിക്കുന്ന, യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും, അതുവരെ സാത്താനും ലോകവും നമ്മൾ തന്നെയായിരുന്നു നമ്മുടെ കർത്താവ്. നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ യേശുവിനെ കർത്താവായിട്ട് നമ്മൾ കൈക്കൊള്ളുന്നു. നമ്മളെ തന്നെ ത്യജിക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുത്തൻ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ കേന്ദ്രീകൃതമായിരിക്കുന്ന, നമ്മളാൽ തന്നെ ഭരിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ ആധിപത്യത്തിന്റെ കീഴിലേക്ക് നമ്മൾ മാറുന്ന ഒരു പ്രക്രിയയാണ്.
ഇതിന് പറയാൻ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കുറെ സുഹൃത്തുക്കൾ പോലീസിലുണ്ട്. അപ്പൊ ഞങ്ങള് +2 വരെയൊക്കെ ഒന്നിച്ച് പഠിച്ചവരാണ്. അവർക്ക് സെലക്ഷൻ കിട്ടി അവർ പോലീസിലൊക്കെ പോയതിനു ശേഷം ട്രെയിനിങ് കഴിഞ്ഞ് അവരെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അവരുടെ അന്നത്തെ ആ ഭാവം തന്നെ മാറി. അവരുടെ കണ്ണുകളിലൊക്കെ ഒരു ഗൗരവവും ഒരു അധികാരവും. നമുക്ക് അവരുടെ മുഖത്തോട് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയം തോന്നും. കൂട്ടുകാരൊക്കെയാണ്, ഒന്നിച്ച് നടന്നവരാണ്. പക്ഷെ ആ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ നമുക്ക് അവരെ കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ ട്രെയിനിങ്ങിന് മുമ്പ് സെലക്ഷൻ കിട്ടിയപ്പോൾ അവർക്ക് വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ഈ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവർക്ക് വ്യത്യാസം കണ്ടു. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമുക്ക് കാര്യമായ വ്യത്യാസമൊന്നും കാണാൻ പറ്റത്തില്ല. 1 പത്രോസ് 2:2 പറയുന്ന പോലെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാല് നമ്മൾ കുടിക്കുമ്പോൾ അനുസരിക്കുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം കാണാൻ കഴിയുന്നത്. അതിനു മുമ്പ് നമ്മളെ കണ്ടിട്ടുള്ളവർ അതിനുശേഷം കാണുമ്പം അവരുടെ അഭിപ്രായം പറ്റ മാറും. അവർക്ക് തന്നെ അത്ഭുതം തോന്നും, എന്തൊരു മാറ്റമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ സംസാര ശൈലിയില്, ഇടപെടുന്ന ശൈലിയില്, മനോഭാവങ്ങളില്, ഇഷ്ടങ്ങളില്, ലക്ഷ്യങ്ങളിലെല്ലാം സമൂലമായൊരു മാറ്റം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ മാറ്റം വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം നമ്മൾ വചനം അനുസരിക്കാത്തതാണ്. ഇവിടെ 1 പത്രോസ് 2:8 പറയുന്നത്, അവർ വചനം അനുസരിക്കായാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചു വിരിക്കുന്നു. അപ്പൊ നമ്മൾ വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകും. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ, തൊട്ട് മോള് 7 പറയുന്നത്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ടെന്ന. അപ്പൊ നമ്മളങ്ങനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്കാണ്, അവരാണ് ഈ പറഞ്ഞ ഒരു മാറ്റത്തിലേക്ക് വരുന്നത്, അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പൊ കുടുംബജീവിതത്തിലുള്ള ബന്ധത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ലോകത്തിൽ 2 അധികാരങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നിരന്തരമായിട്ട് നടക്കുന്ന, ആധിപത്യത്തിന് വേണ്ടി. ഒന്ന് സാത്താനും, ഒന്ന് ദൈവവും. അപ്പൊ നമ്മളെല്ലാം സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാകുമ്പോൾ നമുക്ക് പിന്നെ ഒരു ശത്രുവേ ഉള്ളൂ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് സാത്താൻ. മനുഷ്യർ നമ്മുടെ ശത്രുക്കളല്ല, മറ്റാരും നമ്മുടെ ശത്രുക്കളല്ല. നമുക്ക് ഒരു ശത്രു മാത്രമേ ഉള്ളൂ, സാത്താൻ മാത്രമായിരിക്കണം നമ്മുടെ ശത്രു. നമ്മൾ പാട്ടിൽ പാടാറില്ലേ, ദൈവൻ മിത്രം സാത്താനൻ ശത്രു. അതേസമയം നമ്മൾ ലോകത്തിലായിരുന്നപ്പോൾ നമുക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിരുന്നു. ദൈവം നമ്മുടെ ശത്രുവായിരുന്നു. നമ്മൾ കണ്ടുമുട്ടുന്ന മിക്കവാറും പേര് നമ്മുടെ ശത്രുക്കളായിരുന്നു. അല്ലെ, നമുക്ക് ഒന്നിച്ച് ഐക്യത്തോടെ പോകാൻ കഴിയുന്നവർ വളരെ ചുരുക്കമായിരുന്നു. എപ്പോഴും ഒരു ശത്രുതയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. പക്ഷെ ദൈവത്തിലേക്ക് തിരിയുന്നതോടുകൂടി അതിനൊരു മാറ്റം വരുന്നുണ്ട്. നമ്മൾ ദൈവത്തോടുള്ള മിത്രബന്ധത്തിലേക്ക് വരുമ്പം സാത്താനും ലോകവും നമ്മുടെ ശത്രുവായി തീരും, നമ്മുടെ പ്രതിയോഗിയായി തീരും. അതുകൊണ്ടാണ് നമ്മളോട് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. അപ്പൊ നമ്മൾ ആ ലോകത്തിൽ നിന്ന്, ഒരു കാലം നമ്മൾ ലോകത്തിന്റെ സ്നേഹിതനായിരുന്നു. അതുപോലെ പറയുന്നു, ലോകത്തിന്റെ സ്നേഹിതനാവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാകുന്നു. അപ്പൊ നമ്മൾ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷെ അവിടെ നമ്മളെ തെരഞ്ഞെടുത്തു, വീണ്ടെടുത്തു. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ള. പെട്ടെന്ന് നമ്മളത് വായിക്കുമ്പോൾ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്നേ നമ്മൾ ദൈവത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നവരാണെന്നുള്ളതാണ്. പക്ഷെ പ്രാഥമികമായിട്ട് ആ ദൈവത്തിന്റെ ഗുണങ്ങൾ നമ്മളിൽ പ്രാപിക്കുന്നവരായിരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മളത്, അങ്ങനെ നമ്മളത് പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പറയേണ്ട ആവശ്യമൊന്നുമില്ല, മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയാൻ തുടങ്ങും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഗുണം കാണാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആത്മീയമായിട്ട് വളരും തോറും, ഇപ്പൊ ഒരിക്കലും സാഗ്ബ്രദർ ഇങ്ങനെ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, വീണ്ടും ജനിച്ച ദൈവമക്കളോടുള്ള ബന്ധത്തിൽ നമുക്കൊരു കൂട്ടായ്മ വേണം. പക്ഷെ നമുക്ക് അവരോട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം മുൻഗണനകളിൽ വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാവരോടും നമുക്കൊരു കൂട്ടായ്മ വേണമെന്ന് പറയാറുണ്ട്. എനിക്ക് ഒട്ടും മനസ്സിലാകുകയില്ലായിരുന്നു. ഇപ്പം നമ്മുടെ ചിന്തയിലുണ്ട്, നമ്മുടെ ആ ചർച്ചിലുള്ളവർ മാത്രം കൂട്ടായ്മ, അതിന് പുറത്തുള്ളവരോട് നമുക്കൊരു കൂട്ടായ്മയും പറ്റത്തില്ല. കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരോട് ചേർന്ന് പോകുന്നതിനപ്പുറത്തായിട്ട് ആത്മാവിലുള്ള ഒരു ബന്ധത്തെ അത് കാണിക്കുന്നത്. അപ്പൊ വീണ്ടും ജനിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. അപ്പൊ നമ്മൾ ദൈവത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണെങ്കിൽ, അങ്ങനെ ദൈവത്താൽ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാവരോടുള്ള ബന്ധത്തിലും നമുക്കൊരു സ്നേഹബന്ധം വേണം. നമ്മൾ അവരെ ശത്രുക്കളായിട്ട് കാണാൻ പാടില്ല. ഇപ്പൊ ഇതുപോലെയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിൽ 5-6 കുഞ്ഞുങ്ങളുണ്ട്.
2-3 പേര് അംഗവൈകല്യമുള്ളവരാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അവരോട് എങ്ങനെ ആയിരിക്കും ഇടപെടുന്നത്? ശത്രുക്കളായിട്ടല്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെ ആത്മീയ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന അതേ സത്യങ്ങൾ വിശ്വസിക്കുകയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പോലും വീണ്ടും ജനനത്തിന്റെ യഥാർത്ഥ അനുഭവം ഉള്ള ഒരാളാണെങ്കിൽ അവർ ദൈവത്തിന്റെ മക്കളാണ്, അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ, നമ്മൾ അവരെ സ്നേഹിക്കാൻ ബാധ്യസ്ഥരാ, അവർ നമ്മുടെ ശത്രുക്കളല്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം സഭകളുടെ ഉള്ളിൽ ഒത്തിരി ശത്രുതാ മനോഭാവമുണ്ട്. ഒരു സഭയിൽ പെട്ടവർ മറ്റുള്ളവരെ കുറ്റം പറയും, അവരെ വിധിക്കും, അവരെ താത്തിക്കെട്ടും. പക്ഷെ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു മനോഭാവത. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനം എന്താന്ന് ചോദിച്ചാൽ, നമ്മളിന്ന് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിലുള്ളൊരു ക്ലാസ്സിന് വേണ്ടിയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആന്തരിക മനോഭാവങ്ങളിൽ ഇങ്ങനത്തെ ചില വിശാലതകൾ വരുന്നില്ലെങ്കിൽ നമുക്ക് പലതും ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. നമ്മൾ കേൾക്കുന്ന പലതും ഉൾക്കൊള്ളാനായിട്ട് കഴിയത്തില്ല. നമ്മളെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ. കർത്താവ് ലോകത്തിലായിരുന്നു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ എന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് ഇവിടെ വിട്ടു പോകുമ്പോൾ പറഞ്ഞു, നിങ്ങളാ ലോകത്തിന്റെ വെളിച്ചം. നമ്മൾ കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അവൻ ജീവനുണ്ടായിരുന്നു, ജീവൻ വെളിച്ചമായിരുന്നു, വെളിച്ചത്തിൽ പ്രകാശിക്കുന്നതിലുള്ള അതിനെ പിടിച്ചടക്കിയില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വെളിച്ചം കണ്ടവരെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിച്ച് സാധിക്കാതെ നിരാശരായി ആകുലപ്പെട്ട് ജീവിച്ച ആ കൂട്ടം അല്ലെ പാപികളായിരുന്നവരാണ്. യഹൂദന്മാരുടെ ഇടയിലെ ഇങ്ങനെ അനുസരിക്കാൻ ശ്രമിച്ച് സാധിക്കാതെ പാപികളായിട്ട് ജീവിച്ചിരുന്നവരാണ് കർത്താവിൽ വെളിച്ചം കാണാനിടയായത്. പക്ഷെ പരീശന്മാരെ ശാസ്ത്രന്മാരെ ആ നിലയിലുള്ള ആ കാലഘട്ടത്തിലെ മതഭക്തരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം കർത്താവിന് ശത്രുവായിട്ടും ഇരുട്ടായിട്ടുമാണ്. കർത്താവിനെ കുറിച്ച് അവർ പറഞ്ഞു, നീ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ അങ്ങനെ വെളിച്ചമായിരിക്കാനായിട്ടാണ് കർത്താവ് ഈ തലമുറയിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവിക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അസമാധാനം കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ ആശ്വസിക്കാറുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം ഇല്ല എന്നൊക്കെ നമ്മളിങ്ങനെ ആശ്വസിക്കാറുണ്ട്. പക്ഷെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വെളിച്ചമായിട്ടാണ്. പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന, നമ്മുടെ ജീവിതം കൊണ്ട് ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു കുടുംബീയം നയിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം, അതാ ഞാൻ പറഞ്ഞൊരു ട്രെയിനിങ് കിട്ടിയ പോലീസുകാരന് കാണുന്നൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ പോലെ, ഈ വിളിയെക്കുറിച്ചുള്ള ഒരു ആന്തരിക ബോധ്യം നമുക്ക് കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പം ഈ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രാഥമികമായിട്ട് ദൈവമാണ് ആ കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞ ഉൽപ്പത്തിയില്. അവിടെ എന്താ പറഞ്ഞേ? അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പൊ അന്നവിടെ ഈ അപ്പനും അമ്മയും അല്ലാന്ന് പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ അപ്പനും അമ്മയൊന്നും ഇല്ലാത്തപ്പോഴാണ് ആ ഒരു വ്യവസ്ഥ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇളക്കമില്ലാത്ത ഒരു പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ദൈവിക വ്യവസ്ഥകൾക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിധേയപ്പെടുത്തണം. പക്ഷെ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ തലമുറയിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ആരംഭമല്ല നമ്മളൊക്കെ ഇടുന്നത്. അപ്പനെയും അമ്മയും പറ്റിച്ചേർന്ന് വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയത്തില്ല. പലപ്പോഴും അപ്പനെയും അമ്മയും ഭയപ്പെട്ട് ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കാണാൻ കഴിയുന്നത്. നമ്മൾ അങ്ങനെ ആയിരുന്നു നമ്മുടെ കുടുംബ ജീവിതങ്ങൾ ഒരു കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് അത്രയും പ്രശ്നമില്ല. ഇതിന് മുമ്പിലത്തെ തലമുറയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ തലമുറ കുറെ കൂടെ ആ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. വളരെ കൂടുതൽ ഭർത്താവിനെ അനുസരിക്കാൻ പറഞ്ഞെടുത്ത് അപ്പനെ ആയിരുന്നു അനുസരിക്കുന്നത് കൂടുതൽ, ഇല്ലേ? ഭർത്താക്കന്മാരെ അനുസരിക്കാൻ പറഞ്ഞെടുത്ത് അപ്പനെ അമ്മയെ അനുസരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ അനുസരണത്തോടുള്ള ബന്ധത്തിൽ നമ്മളൊരു പുതിയ കുടുംബജീവിതം തുടങ്ങുന്നതോടുകൂടി, അല്ലെ നമ്മളൊരു മെച്യൂരിറ്റിയിൽ എത്തുന്നതോടുകൂടി അപ്പനെ അമ്മയെ അനുസരിക്കുക എന്നുള്ള ആ കാര്യം സെലക്റ്റീവായി തീരും. അപ്പൊ നമ്മുടെ ദൈവം തന്ന നമുക്ക് നമ്മുടെ ബോധ്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അനുസരിച്ചുള്ളൊരു കാര്യം അവർ പറയുന്നെങ്കിൽ നമ്മൾ അതിനോട് യോജിക്കും, അനുസരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിയോജിക്കും. പക്ഷെ അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബഹുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അനുസരണവും ബഹുമാനവും ഉണ്ട്.
നമ്മൾ ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവരുടെ വാക്കുകൾ നിശബ്ദരായിട്ട് കേൾക്കുകയും മറുപടി പറയേണ്ടതാണെങ്കിൽ പറയില്ലാത്തതിനോട് നമ്മൾ നിശബ്ദത പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സാഗ്രത കുടുംബീയത ആരംഭിച്ചപ്പോഴത്തെ ഒരു അനുഭവം പറയാറുണ്ട്. സഹോദരിയുടെ വീട്ടിൽ ചെല്ലുമ്പം സഹോദരിയുടെ അപ്പൻ നീണ്ട സമയം ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു. ബ്രദർ നിശബ്ദനായിട്ട് ഇതെല്ലാം കേൾക്കും. കേട്ടതിന് ശേഷം ദൈവം ബ്രദറിന് കൊടുത്ത ബോധ്യം പോലെ അങ്ങ് ചെയ്യും. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പന് മനസ്സിലായി ഈ പുള്ളി അടുത്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അവിടെ പറച്ചിൽ നിർത്തി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ അവിടെ ബ്രദർ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നും തിരിച്ചൊന്നും പറയത്തില്ല, നിശബ്ദനായിട്ട് ഇത് കേട്ടോണ്ടിരിക്കും. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിലും നമ്മളവരെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആദരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നതെല്ലാം കേൾക്കണം. നമ്മൾ അതിനെ അവർ വരുമ്പോഴേ ഓടിച്ചു വിടാൻ പാടില്ല, കേൾക്കണം. കേട്ടതിന് ശേഷം നമ്മൾക്ക് ദൈവം തന്ന ബോധ്യം പോലെ, ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ കൂടി ഒരു കാര്യം ആലോചിച്ച് തീരുമാനം എടുത്താണെങ്കിലും ദൈവം നമുക്ക് തന്ന ബോധ്യമാണ്, അതുപോലെ ചെയ്യുക. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഈ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഭവനങ്ങളില് നേരെ തിരിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണേലും അപ്പനും അമ്മയായിരുന്നു രണ്ടുപേരെയും നിയന്ത്രിക്കുന്നത്. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. ഒരു ഫ്രീഡം ഇല്ല. എവിടെയെങ്കിലും പോണേ അവരുടെ പെർമിഷൻ വേണം, എന്തെങ്കിലും ചെയ്യണേൽ അവരുടെ പെർമിഷൻ വേണം. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നായി തീരുന്നൊരവസ്ഥ ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് സഹോദരിമാർക്ക് സഹോദരന്മാരിൽ ഒരു കോൺഫിഡൻസും ഉണ്ടാവത്തില്ല. അവർ പുറമേ പറഞ്ഞില്ലേലും അവർ ചിന്തിക്കും ഈ പുള്ളിക്ക് ഇപ്പോഴും അപ്പനും അമ്മയും തല കർത്താവൊന്നുമല്ല തല. പക്ഷെ അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അവർ പറയുകയല്ല, വിയോജിക്കുകയല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ആ ചിന്ത വരും. പക്ഷെ ക്രിസ്തീയ പഠിപ്പീരെന്ന് പറയുന്നത് ഒരാൾ വിവാഹിതനാകുന്നതോടുകൂടി നമുക്കറിയാം ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു. അതോടുകൂടി അപ്പൻ തലയായിരിക്കുന്ന ആ ഒരു ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പിന്നെ തല ക്രിസ്തുവാണ്, ആ കുടുംബത്തിന്റെ തല ക്രിസ്തുവാണ്. അപ്പന്റെ അമ്മയുടെ വേറൊരു കുടുംബമാണ്, ആ കുടുംബത്തിലെ തല ക്രിസ്തുവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഫ്രീഡത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന അടിത്തറയുള്ള ഒരു കുടുംബീയം നമുക്ക് നയിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്റെ സഹോദരി പലപ്പോഴും പറയും, നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നതിന് ശേഷം പറയും, ഞാനിവിടെ ശ്വാസം മുട്ടിയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ അന്നായിരുന്നു കുടുംബത്തില്. നമ്മൾ ശ്വാസം മുട്ടിയാണ്, നമുക്ക് എതിരൊന്നും പറയാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല, അവര് പറഞ്ഞതിന് അപ്പുറത്തും പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ശ്വാസം മുട്ടലുണ്ട്. പക്ഷെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ശരിക്കും ജ്ഞാനമുള്ള ഒരു അപ്പനും അമ്മയാണെങ്കിൽ അവരെ സ്വതന്ത്രമായിട്ട് വിട്ടയക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ ഈ പഠിപ്പിക്കുന്നയാള് സ്റ്റിയറിംഗെ പിടിക്കും. പുള്ളിയുടെ അടുത്ത് ക്ലച്ച് ബ്രേക്കും ഉണ്ട്, പുള്ളി സ്റ്റിയറിംഗെ പിടിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പയ്യെ പിടി അയച്ചുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ സ്റ്റിയറിംഗെ പിടിക്കത്തില്ല, നമുക്ക് പറഞ്ഞു തരത്തേ ഉള്ളൂ. അവര് ക്ലച്ചിലും ബ്രേക്കും കൊണ്ട് കൈകാര്യം ചെയ്യും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതും റിലീസ് ചെയ്യും. നമ്മൾ തന്നെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ച് അവസാനം പറയും ഇനി നീ ഓടിച്ചോളാൻ പറയും ധൈര്യമായിട്ട്. ശരിക്കും കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ ഒരു ദൈവിക ദർശനമുള്ള കുടുംബത്തിൽ അങ്ങനെ നടക്കേണ്ടത്. അവര് വിവാഹിതരാകുന്നതോടുകൂടി ഒരു പുതിയ കുടുംബമാണ് അവരുടെ തല ക്രിസ്തുവാണ്. അവരെ സ്വതന്ത്രരായിട്ട് വിട്ടയക്കുക. ഈ പാളിച്ചകളൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഉപദേശം കൊടുക്കാൻ പറ്റും. അല്ലെ മോനെ, ഇങ്ങനെ പോയത് അപകടമാണ്, ഇന്ന അപകടം മുമ്പിലുണ്ട്, അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അവിടെ ഒരു ഉപദേശമേ ഉള്ളൂ, ഇങ്ങനെ ചെയ്യാനുള്ള ഒരു കൽപ്പനയില്ല, ആജ്ഞയില്ല. ആ തീരുമാനം എടുക്കേണ്ടത് ആ കുടുംബത്തിൽ ഉള്ള ഭാര്യയും ഭർത്താവും കൂടെ ആയിരിക്കണം. ഇങ്ങനെയാണ് നമ്മുടെ ഒരു കുടുംബീയതം ആരംഭിക്കേണ്ടത്. പക്ഷെ പലപ്പോഴും അങ്ങനെ ആരംഭം വിട്ടില്ലേ തന്നെ കുടുംബീയതം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ നമുക്കറിയാം, ആമോസ് പ്രവചനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ആമോസ് 3:3 നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ആമോസ് പ്രവചനം 3-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്, 3-4 വാക്യങ്ങള്. രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാം ഏകരായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയിലാണ് നമ്മളെല്ലാം തുടങ്ങുന്നത്. ആദ്യം മാതാപിതാക്കളുടെ അധീശത്തിൽ ജീവിക്കുന്നു, പിന്നെ നമ്മൾ പ്രായപൂർത്തിയിലേക്ക് വരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് നടക്കാനായി എന്നുള്ളൊരു ബോധ്യം നമുക്കും കിട്ടുന്നു, അവർക്കും കിട്ടുന്നു. ആ സമയത്താണ് നമ്മളൊരു ഭാര്യയെ അന്വേഷിക്കുന്നത്. അല്ലെ, പ്രത്യേകിച്ചും ഈ കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ. ഇപ്പൊ സാഗ്രത പറയാറുണ്ട്, വിവാഹത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം ചെറുക്കനോട് ചോദ്യം, പുരുഷനോട് ചോദിക്കുന്ന ചോദ്യം,
ഒരു കുടുംബം പോറ്റാനുള്ള സാമ്പത്തിക കഴിവ് നിനക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതില്ലെങ്കിൽ ഒരിക്കലും ഒരു കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് പറ്റത്തില്ല. അവിടെ ആ കുടുംബം അപ്പനും അമ്മയായിരിക്കും നയിക്കുന്നത്. ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഭാര്യ ഒരു സ്ത്രീയെ പോറ്റി പുലർത്താനുള്ള സാമ്പത്തിക കഴിവ് പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലെ, നമുക്കറിയാം ഇന്നത്തെ തലമുറ LP സ്കൂളിൽ നിന്ന് തൊട്ടേ ഇണകളെ തേടിയുള്ളൊരു യാത്രയിലാണ്. അതൊരു അപകടമാണ്, ദൈവത്തിന് വിരുദ്ധമായൊരു കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ഇല്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്. നമുക്കറിയാം തലമുറ വല്ലാത്തൊരു തലമുറയാണ്. ഇതിന്റെ പോക്കിനെ കുറിച്ച് നമുക്ക് ആന്തരിക ബോധ്യം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കണം, സ്ഥിരമായിട്ട് അവരെ നമ്മൾ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളതാ വായിക്കുന്ന ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, മൃതനായാലും അത് വിട്ടുമാറുകയല്ല. അങ്ങനെ ഒരു കുടുംബം പോറ്റാനുള്ള ഒരു കപ്പാസിറ്റി വന്നതിന് ശേഷമാണ് വിവാഹത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടെ പറഞ്ഞ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ. അപ്പം ഈ വിവാഹ ജീവിതത്തിൽ രണ്ടുപേർ ഒന്നിച്ച് നടക്കാൻ തീരുമാനിക്കുക ചെയ്യുന്നത്. ആ നടപ്പ് എങ്ങോട്ടാ? കർത്താവിന്റെ സ്വരൂപത്തിലേക്ക്. നമുക്കറിയാം ഏകരായുടെ ഒരു പോരാട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ഒരു പുരുഷനും സ്ത്രീയും തനിയുള്ള ഒരു പോരാട്ടത്തിലാണ്. അപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ ഈ പോരാട്ടത്തിന് കുറെ കൂടെ നമുക്ക് ബലം കിട്ടും. യഥാർത്ഥത്തിൽ പ്രാഥമികമായിട്ടുള്ള കുടുംബജീവിതത്തിലുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കർത്താവിനെ സേവിക്കാൻ രണ്ടുപേരും കൂടി ഒന്നിച്ച് നടക്കുക എന്നുള്ളതാണ്. നമ്മള് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തില് 4-ാം അധ്യായം 9-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു: ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകാഗി വീണാലും അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായതുകൊണ്ട് അവൻ അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർ കുളിർ മാറും, ഒരുത്തൻ തന്നെയായവരെ എങ്ങനെ കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം, മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല. അപ്പൊ ഇവിടെ നമ്മള് ഒരു വിവാഹിതനായി ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുമ്പോൾ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്ന്, നമ്മൾ ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരുന്നവരെ രണ്ടുപേരും ഒന്നിച്ചു കൂടി ഒരു പോരാട്ടത്തിലേക്ക് പ്രവേശിക്കുന്നുള്ളതാണ്. സാത്താനോടും ലോകത്തോടും ജഡത്തോടും ഒക്കെയുള്ള ഒരു പോരാട്ടം രണ്ടുപേരും കൂടെ ഒന്നിച്ച് നടത്തും. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഏകരായി പോരാടുന്നിടത്ത് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ പലപ്പോഴും ആരും കാണത്തില്ല. ആത്മീയാർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു നിരാശയുടെ ഒരു ചിന്ത വന്നാൽ നമ്മളങ്ങനെ നിരാശപ്പെട്ടിരിക്കും. പക്ഷെ രണ്ടുപേരുണ്ടെങ്കിൽ അടുത്തയാൾ വന്ന് എന്താ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് ചോദിച്ച് നമ്മളെ ആശ്വസിപ്പിക്കാനും ഉണർത്താനും ബലപ്പെടുത്താനും കഴിയും. ഒരിക്കല് മാർട്ടിൻ ലൂഥറിനെ കുറിച്ച് ഇങ്ങനെ കാര്യം കേട്ടിട്ടുണ്ട്. പ്രതികൂലങ്ങളുടെ നടുവിൽ പുള്ളി ആകെ മടുത്തുപോയി, എതിർപ്പും വധഭീഷണിയൊക്കെ വന്ന് അങ്ങനെ പുള്ളി ഇങ്ങനെ നിരാശപ്പെട്ടിരുന്നു. അപ്പം പുള്ളിയുടെ വൈഫ് ഒരു കറുത്ത കോട്ടൊക്കെ ധരിച്ചുകൊണ്ടും വന്നു. പെട്ടെന്ന് പുള്ളി ചെന്നാ പറ്റി, ആരാ മരിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു മാർട്ടിൻ ലൂഥറിന്റെ ദൈവം മരിച്ചെന്ന് പറഞ്ഞു. മാർട്ടിൻ ലൂഥർ ഞെട്ടി ഉണർന്നു, പുള്ളിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞതുപോലെ രണ്ടുപേർ ഒന്നിച്ചാകുമ്പോൾ ഒരാൾ വീണാലും മറ്റേയാൾക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയും. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അതാ. പക്ഷെ പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? ഒരാൾ വീണാൽ നമ്മൾ വലിയൊരു വെയിറ്റ് എടുത്ത് പുള്ളിയുടെ അടുത്ത ആളുടെ മൂളി വെക്കും. എഴുന്നേൽപ്പിക്കുകയല്ല, എഴുന്നേക്കാതിരിക്കാനുള്ള പണിയാ നോക്കുന്നത്. കുറ്റപ്പെടുത്തലും വെറുവെറുപ്പും ഒക്കെ ആയിട്ട് ആൾ അല്ലെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുക ചെയ്യുന്നത്. വീണുപോയി, നമുക്കറിയാം വീണ് കഴിയുമ്പോൾ നമുക്കെല്ലാം ആത്മീയമായിട്ടാണേലും ആശരികമായിട്ടുള്ള ഒരു ജാള്യതയുണ്ട്. മറ്റേയാൾ വന്ന് കൈ തന്ന് എഴുന്നേൽപ്പിച്ച് നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് നടക്കാൻ പ്രേരകമാകും. പക്ഷെ മറ്റേയാള് വന്ന് കിടന്ന് നമ്മളെ കുറ്റപ്പെടുത്തുകയാണല്ലോ, നമുക്ക് കൂടുതൽ തളർച്ചയാ വരിക. ഇവിടെ അതാ പറഞ്ഞിരിക്കും, ഒരുവിനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നം നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണം ഇതാണ്. അപ്പം ഭാര്യ വീണാൽ ഭർത്താവ് എഴുന്നേൽപ്പിക്കുന്നു, ഭർത്താവ് വീണാൽ ഭാര്യ എഴുന്നേൽപ്പിക്കുന്നു. നമ്മൾ അങ്ങനെ ആണോ നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. നമ്മൾ അങ്ങനെ അല്ല, നമ്മുടെ നേച്ചർ അങ്ങനെ അല്ല. പക്ഷെ ഈ ദൈവജനത്തിന് ഞാൻ പറഞ്ഞ ട്രെയിനിങ് കിട്ടി പോലീസുകാരന്റെ കാര്യം പറഞ്ഞതുപോലെ
ദൈവത്തിന്റെ ഒരു വെളിച്ചം നമ്മളുള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. ഒരാൾ വീണാൽ നമ്മൾ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? കൈ കൊടുത്ത്, നമുക്കറിയാം വീഴുന്നവർക്ക് എപ്പോഴും മുറിവുകളും പരിക്കുകളും ചതവുകളൊക്കെ കാണും. അത് നമ്മൾ ഹീൽ ചെയ്യാനുള്ള ശ്രമം നടത്തേണ്ടി. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനിട്ട് ഓരോ കുത്തൂടെ കൊടുക്കാനാണ് ശ്രമിക്കുക. അത് കൂടുതൽ ആ പ്രശ്നത്തെ വഷളാക്കും. അപ്പൊ ദൈവം നമ്മളെ കുറിച്ച് ഒരു കുടുംബത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ അങ്ങനെ ആയിരിക്കാനല്ല, പരസ്പരം ഉത്സാഹിപ്പിക്കാനും ക്ഷമിക്കാനും ഉറുക്കാനും ഒക്കെയുള്ള ഒരു മനോഭാവം വേണം. വീണാൽ ഒരു മറ്റവനെ എഴുന്നേൽപ്പിക്കും, ഏകായി വീണാലോ അവൻ എഴുന്നേൽപ്പിക്കും, ആരും ഇല്ലായി കൊണ്ട് അവൻ അയ്യോ കഷ്ടം. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു ഇരട്ടി എനർജി കിട്ടും, സ്പീഡ് കൂടും. മറ്റൊരാൾ തന്നെ ഒരു ശത്രുക്കളെ നേരിട്ട് മുന്നേറുന്നിടത്ത് ഇവിടെ രണ്ടുപേരും കൂടി ശത്രുവിനെ നേരിടാൻ തുടങ്ങുമ്പം നമ്മുടെ യാത്ര കുറച്ചുകൂടെ വേഗത്തിലാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു പുതുക്കം നമ്മൾ പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ മനോഭാവത്തിൽ, മനസ്സിലൊരു പുതുക്കം വരേണ്ട ആവശ്യമുണ്ട്. പുതുക്കം വന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ തുടർന്ന് പറയുന്ന 11-ാമത്തെ വാക്യത്തിൽ, രണ്ടുപേർ ഒന്നിച്ച് കിടന്നാൽ അവർ കുളിർ മാറും, ഒരുത്തൻ തന്നെയായാലും എങ്ങനെ കുളിർ മാറും? ഒരുത്തിനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. പക്ഷെ നമ്മൾ ഏകരായിട്ടുള്ള ക്രിസ്തീയത്തിന്റെ പോരാട്ടത്തിലായിരിക്കുമ്പം നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ രണ്ടുപേരും കൂടി എന്ന് പറയുമ്പം എന്താ അതിന്റെ അർത്ഥം? ഒന്നിച്ച് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോരാടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും കൈത്താങ്ങിന് കൊടുക്കുകയും വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കുകയും ആ നിലയിൽ നമുക്ക് സാത്താനോട് എതിർത്ത് നിൽക്കാൻ കഴിയും. തുടർന്ന് പറയുന്നത്, മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഈ 3 ചരട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഭാര്യ, ഭർത്താവ്, കർത്താവ്. ഇതിലെ 2 ചരട് തീരെ ബലമില്ലാത്ത, ഭാര്യയുടെയും ഭർത്താവിന്റെയും ചരട് തീരെ ബലമില്ലാത്തതാണ്. കർത്താവാകുന്ന ചരടോട് കൂടി പിണയുമ്പോഴാണ് നമുക്കും ബലമുള്ള ഒരു ചരടായിട്ട് നമ്മൾ തീരുന്നത്. നമുക്കറിയാം, നമ്മുടെ എസ്തേറിന്റെ പുസ്തകത്തില് അഹശ്വേരോശ് വിരുന്നൊക്കെ കഴിച്ച് തന്റെ ഭാര്യയെ ഒന്നുകൊണ്ട് കാണിക്കാൻ ശ്രമിച്ചു, പ്രഭുക്കന്മാർക്കും പ്രമാണിമാർക്കും ഒക്കെ. പക്ഷെ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് വന്നില്ല. നമ്മൾ വായിക്കുന്നത് എന്താ? പുള്ളിക്കാരിയെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞു, അല്ലെ? എത്ര പെട്ടെന്ന് അറ്റുപോയ ആ ബന്ധം. ഒരു ചെറിയ അനുസരണക്കേട് തീർന്നു, ആ ബന്ധം തീർന്നു. അപ്പൊ നമ്മുടെ കുടുംബീയത്തോടുള്ള ബന്ധത്തില് സാഗ്രൂർ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാത്താൻ നമ്മളെ വീഴിക്കാൻ ഒരു കോഴിയുടെ തൂവല് മതിയെന്ന്. നമുക്കവിടെ ഇങ്ങനെ പറയാം, ഇപ്പൊ നമ്മളെ വീഴിക്കാനായിട്ട് ഒരു തലമുടി മതി, ശരിയല്ലേ? കൊണ്ടുതരുന്ന ഭക്ഷണത്തിൽ ഒരു തലമുടി കിടക്കുന്നു, അത് മതി ആകെ പ്രശ്നം ഉണ്ടാവാൻ. പരാതിയും പിറുപിറുപ്പും പച്ചപ്പാടും ബഹളവും ഒത്തിരിയൊന്നും വേണ്ട, ചെറിയ സിമ്പിളായ കാര്യങ്ങൾ മതി. പക്ഷെ അതിന്റെ മധ്യത്തിൽ കർത്താവെന്ന ഒരു ചരട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ, ആ ചരട് എന്താ നമ്മളെ പ്രേരിപ്പിക്കുന്നത്? ക്ഷമിക്കാൻ, പൊറുക്കാൻ, കരുണ കാണിക്കാൻ, ദോഷം കണക്കിടാതിരിക്കാൻ. അപ്പം ഈ കർത്താവും കൂടെ നമ്മുടെ മധ്യത്തിലുണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഒരു പണി നമ്മുടെ ഉള്ളില് നടക്കത്തുള്ളൂ, കുടുംബജീവിതത്തിൽ നടക്കത്തുള്ളൂ. അപ്പൊ കർത്താവ്, അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിവാഹബന്ധത്തിലൊക്കെ പറയാറുണ്ടല്ലോ, ഈ കർത്താവാണ് ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നത്. നമ്മുടെ കരങ്ങൾ ബലഹീനമാണ്, ദൈവമാണ് നിങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പൊ കർത്താവിന് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കുന്നിടത്ത് നമ്മുടെ കുടുംബജീവിതം ഒരു യഥാർത്ഥ വെളിച്ചമായിരിക്കും. നമ്മളെ വിളിച്ചിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കാനായിട്ടാണ്, ഇല്ലേ? നമുക്കുള്ളിൽ തന്നെ നമുക്കറിയാം, സമാധാനമുണ്ട്, അസമാധാനമുണ്ട്. നമ്മളിലുള്ള അസമാധാനമാണ്, പക്ഷെ ആത്മാവിലുള്ളത് സമാധാനമാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എവിടെയാ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നത്? അസമാധാനം ഉള്ളിടത്തെ സമാധാനം ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ, ഇല്ലേ? അപ്പൊ നമ്മളെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പലപ്പോഴും അസമാധാനത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും. അതിൽ ആരെങ്കിലും ഒരാളെ സമാധാനം ഉണ്ടാക്കാനായിട്ടായിരിക്കും ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ആള് ആ അസമാധാനത്തിന് കട്ടികൂട്ടുന്നതിന് പകരം സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം മുറിഞ്ഞു പോവാണ്ട് നിലനിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ എങ്ങനെയായിരിക്കുന്നത്? ഇപ്പം പലപ്പോഴും ഈ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ പ്രത്യേകതയുണ്ട്. ഈ സഹോദരിമാര് ഈ മുഖമൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്ന സഹോദരന്മാർക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അത് കാണുമ്പോൾ സഹോദരന്മാർ പ്രതികരിക്കും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. ഞാൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ, ആ ഒരു ദൈവകൃപ നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്താ?
അവരെ ഉയർത്തുന്ന ഒരു പ്രക്രിയ. ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയെ കുറിച്ച് സങ്കീർത്തനം 146 പറഞ്ഞിട്ടുണ്ട്. 146 സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, ഈ കുനിഞ്ഞിരിക്കാൻ നമ്മളെപ്പോഴായി കുനിഞ്ഞിരിക്കുന്നത്? ഇല്ലേ? സമ്മർദ്ദങ്ങൾ താങ്ങാൻ കഴിയാണ്ട് വരുമ്പോൾ, വെയിറ്റ് കൂടുമ്പോഴാണ്, ഭാരങ്ങൾ കൂടുമ്പോഴാണ്. അപ്പൊ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി എന്താന്ന് ചോദിച്ചാൽ, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. അപ്പൊ നമ്മൾ ദൈവവിളി പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ഭാര്യ ഭർത്താവ് ആരെങ്കിലും ആയിക്കോട്ടെ, ഒരാൾ കുനിഞ്ഞിരിക്കുന്ന കാണുമ്പം ആ ആളെ നിവർത്തുന്ന, ഉത്സാഹിപ്പിക്കുന്ന, ആ ഭാരം പങ്കുവെക്കുന്ന, എല്ലാത്തിലാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ വായിക്കും, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിപ്പീൻ. ചിലപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ വളരെ കരുത്തരായിരിക്കും, എത്ര വലിയ ഇത് വന്നാലും നമ്മൾ കുനിയത്തില്ല, വളരെ സ്ട്രോങ് ആയിരിക്കും. പക്ഷെ മറ്റു ചില സാഹചര്യങ്ങളിൽ ചെറിയൊരു ഭാരം വരെ നമ്മൾ കളന്നു പോകും, കുനിഞ്ഞു പോകും. അവിടെ മറ്റേ ആളുടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് ആ ആളെ എഴുന്നേൽപ്പിക്കാനായിട്ടാണ്, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്താനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മുടെ വിളി അതിനു വേണ്ടിയിട്ട്, നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ആന്തരിക ബോധ്യം വേണം. ദൈവാലംബം നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ആ നിലയിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, റെസ്ക്യൂ ടീമുകളൊക്കെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നാൽ അവർ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത്, കാരണം അവർക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവം നമ്മുടെ ആന്തരിക ദൃഷ്ടികൾ തുറക്കുമ്പം ഓരോ സാഹചര്യം വരുമ്പോഴും എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ആന്തരിക ദർശനം തരും. കുനിഞ്ഞിരിക്കുന്ന ഒരാളെ കാണുന്ന ഉടനെ ആത്മാവ് എന്താ പറയുന്നേ? അവനെ നിവർത്താനാ പറയുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള, ആളുടെ തലയെ പിടിച്ചിട്ട് കുറെ കൂടെ താത്തി വെക്കും, എഴുന്നേക്കാൻ പറ്റാതെ, നിവർത്താൻ പറ്റാത്ത രീതിയിൽ കുറ്റം പറയുകയും, ഇല്ലേ, ഞാൻ പണ്ടേ വന്നേരെ പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ ചെയ്ത ഇങ്ങനെ സംഭവിക്കാൻ പോകുന്ന, അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒത്തിരി വാക്കുകൾ കൊണ്ട് നമ്മൾ വീണ്ടും ഭാരം കൂട്ടുന്നവരായി തീരുന്ന കാണാൻ കഴിയും. പക്ഷെ ഒരു ക്രിസ്തീയ കുടുംബ ജീവിതത്തില് ആ ഒരു മാതൃകയല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനാണ്. പക്ഷെ അതിന്റെ മധ്യത്തിൽ നമ്മളെ പ്രകാശമായിട്ട് വിളിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പം ആരെങ്കിലും, ഇപ്പം കർത്താവ് പറഞ്ഞ പോലെ, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞ പോലെ, ഗുരു എവിടെ പാർക്കുന്ന ശിഷ്യം അവർ ചോദിച്ചും പറഞ്ഞു വന്ന് കാൺമീൻ എന്ന് പറഞ്ഞതുപോലെ, ഇപ്പൊ നമ്മുടെ ഇടയിൽ ആരെങ്കിലൊക്കെ വന്ന് കടന്നു പോകുമ്പോൾ, നമ്മുടെ വീട്ടിൽ വന്ന് കടന്നു പോകുമ്പോൾ അവരെന്ത് കണ്ടിട്ടാ പോകുന്നത്? അവർക്കെന്താ ഫീൽ ചെയ്യുന്നത്? അസമാധാനം നിറഞ്ഞൊരു ഭവനത്തിൽ നിന്ന് വന്നൊരു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമാണെന്ന് വിചാരിക്കുക. അവർ നമ്മുടെ വീട്ടിൽ വന്നു ഒരു ദിവസം താമസിച്ച് അവർ പോകുമ്പോൾ അവരെന്തുകൊണ്ടാ പോകുന്നത്? ഒരു വെളിച്ചം കണ്ടിട്ടായിരിക്കണം അവർ പോകുന്നത്. സമാധാനത്തിന്റെ, ഐക്യതയുടെ, കൂട്ടായ്മയുടെ, സ്നേഹത്തിന്റെ, പരസ്പര സഹകരണത്തിന്റെ, ഉത്സാഹിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന ആ നിലയില് ഒരു ആത്മീയ വെളിച്ചം അവർക്ക് കണ്ടെത്താൻ കഴിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥം നമ്മൾ ഈ ജീവന്റെ വഴിയിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പം കർത്താവിനെ അവിടെ പോയി വന്ന് കണ്ടതിന് ശേഷം അവർ പറഞ്ഞ സാക്ഷ്യം എന്താ? ഞങ്ങൾ മശിഹായ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. അവര് ആരും പറഞ്ഞു കൊടുത്തതല്ല, അവര് കണ്ടെത്തിയതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രാക്ടിക്കലി ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവരാനായിട്ട് ദൈവം ആദ്യം ചെയ്യുന്നൊരു കാര്യം, നമ്മുടെ ആന്തരികാത്മാവിൽ, അല്ലെ, ഹൃദയത്തിന്റെ കണ്ണിൽ ഒരു ദർശനം തരിക. നമ്മുടെ കുടുംബജീവിതം എങ്ങനെ ആയിരിക്കണം? നമുക്കറിയാം, എന്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഒരു പ്ലാൻ വേണം, അല്ലേ? ഒരു ചെറിയ കോഴിക്കോടാണേലും ഒരു വലിയ വീടാണേലും അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇത്ര നീളം, ഇത്ര വീതി, ഇത്ര ഉയരം, ഇങ്ങനെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ ദൈവം പ്രാഥമികമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു ദർശനം നൽകുക എന്നുള്ളതാണ്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. എഫേസ്യർ 1:17 ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്യമാണ്. ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിളിയാലുള്ള ആശ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ കുടുംബത്തെ കുറിച്ചാണേലും നമുക്കൊരു ദർശനം വേണം, ആത്മാവിൽ നിന്ന് ലഭിച്ചൊരു ദർശനം വേണം. നമുക്ക് മാനുഷിക രീതിയിലുള്ള ദർശനങ്ങൾ നമുക്ക് ഉണ്ടാവാം കുടുംബത്തെ കുറിച്ച്. പക്ഷെ അത് ഒരു ക്രിസ്തീയ കുടുംബം പണിയാനായിട്ട് പറ്റത്തില്ല. നമുക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്ലാൻ വേണം, ഒരു മാതൃക നമ്മുടെ മുമ്പിൽ വേണം. മോശയുടെ ദൈവം പറഞ്ഞ പോലെ, ഞാൻ പർവ്വതത്തിൽ വെച്ച് കാണിച്ച മാതൃക പ്രകാരം തന്നെ സമാന കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒരു
ദർശനം കിട്ടേണ്ടി ഒരു കുടുംബത്തെ കുറിച്ച്. ഒരു ഭർത്താവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്, ഒരു ഭാര്യ എങ്ങനെ ആയിരിക്കണം, കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരിക്കണം, മാതാപിതാക്കൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിൽ നിന്നാണ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന് പുതുക്കി, മനസ്സിനെ പുതുക്കിയാണ് ആ ഒരു ദർശനം, ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ കൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷമ ചോദിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ ആ പ്ലാൻ നമ്മുടെ മുമ്പിൽ ഇല്ല. ആ പ്ലാനുള്ള ഒരാളാണെങ്കിൽ ഇതിലിപ്പം പണിതുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഇഷ്ടിക സ്ഥാനം തെറ്റിയ ഉടനെ ആ മേസ്ത്രി എന്താ ചെയ്യുന്നത്? ഇളക്കിയെടുത്തിട്ട് വീണ്ടും അതിനെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കും. എന്തുകൊണ്ടാണ്? അതിക്കൊരു ദർശനമുണ്ട്. ആ ഇഷ്ടിക എങ്ങനെ ഇരിക്കണം, എവിടെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ ദർശനം ഇല്ലാത്ത ഒരാളാണല്ലോ, അതങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയും. പക്ഷെ നമ്മുടെ ക്രിസ്ത്യത്തോടുള്ള ബന്ധത്തിൽ ഒരു ക്ഷമ ചോദിക്കേണ്ട സാഹചര്യം വരുന്ന ഉടനെ നമുക്ക് ആ ദർശനമുണ്ട്. തെറ്റിപ്പോയി, ഇതിങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു മനോഭാവം താഴ്മയുള്ളവർക്ക് ഇത് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് മറ്റുള്ളവരെ വിളിച്ചവൻ പറഞ്ഞ്, സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ തുകമേറ്റ് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇതിനകത്ത് നമ്മുടെ ഇഷ്ടം അതിനെതിരാണ്, നമുക്കതറിയാം. എപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടം താഴാനും ക്ഷമ ചോദിക്കാനും ഒക്കെ ഉള്ളൊരു മനോഭാവം അല്ല നമുക്കുള്ളത്. താഴാതിരിക്കാനും ക്ഷമ ചോദിക്കാതിരിക്കാനും നമ്മളെ തന്നെ ഉയർത്താനുമുള്ള ഒരു ചിന്ത നമ്മളിൽ തന്നെയുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ജനിക്കുമ്പം ആത്മാവിൽ നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ കൂടുതൽ ശുദ്ധീകരണത്തിലേക്കും കൂടുതൽ ആന്തരിക ബോധ്യങ്ങളിലേക്കും നടത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ പുതുക്കുന്നു. പുതുക്കപ്പെട്ട നമ്മുടെ ആത്മാവ് നമ്മുടെ ദേഹിയെ പുതുക്കാനായിട്ട് തുടങ്ങുന്നു. ദേഹി എന്ന് പറയുന്നത് നമുക്കറിയാം, മനസ്സ്, ഇച്ഛ, വികാരം. നമ്മുടെ ചിന്താഗതികളെ പുതുക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ ആദാമ്യ പ്രകൃതി എന്ന് പറഞ്ഞാൽ ശപിക്കുന്നവനെ ശപിക്കുക എന്നുള്ളതാണ്. ഒത്തിരി ആലോചിക്കൊന്നും വേണ്ട, അല്ലേ? നിനക്ക് ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ആദാമ്യ പ്രകൃതി എന്താ? 2 പ്രാവശ്യം പറയും അങ്ങോട്ട്, നിനക്കും ഗുണം പിടിക്കത്തില്ല. നമ്മുടെ പ്രകൃതി അതാ. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പുതുക്കം എന്ന് പറഞ്ഞാൽ ശപിക്കുന്നവരെ അനുഗ്രഹിക്കത്തക്കവണ്ണമുള്ള ഒരു ആന്തരിക ദർശനം നമുക്ക് നൽകുക. ഒരാൾ നിനക്കും ഗുണം പിടിക്കത്തില്ലെന്ന് പറയുമ്പം നമ്മൾ തിരിച്ചു പറഞ്ഞ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ ഒരു പുതുക്കം കിട്ടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ പറ്റത്തില്ല. അവന്റെ ഉള്ളിൽ നാച്ചുറൽ ആയിട്ടുള്ള പുറത്തേക്ക് വരുന്നത് പ്രതികാരത്തിന്റെയും കയ്പിന്റെയും വെറുപ്പിന്റെയും ഒക്കെ ചിന്തകളായിരിക്കും വരുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ദേഹിയിൽ, മനസ്സിൽ പുതുക്കം വരുമ്പോൾ നമ്മൾ ദൈവം ചിന്തിക്കുന്ന പോലെയും ദൈവം പ്രതികരിക്കുന്ന പോലെയും, അല്ലെ കർത്താവ് ചിന്തിക്കുന്ന പോലെയും കർത്താവ് പ്രതികരിക്കുന്ന പോലെയും പ്രതികരിക്കാൻ തുടങ്ങും. അപ്പം കർത്താവിന്റെ സ്വരൂപത്തിൽ രൂപപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാ. അതേ പ്രതിമയെ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അതാ. ഒരു ശിശു വളരുന്ന പോലാണെന്നേ ഉള്ളൂ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനെ പുതുക്കുന്നു. ആ പുതുക്കപ്പെട്ട ആത്മാവ് നമ്മുടെ ദേഹിയെ നിയന്ത്രിക്കാൻ തുടങ്ങും. അതാ അപ്പോസ്തലൻ പറഞ്ഞത്, ഞാൻ എന്റെ ശരീരം ഇച്ഛിക്കുന്നതല്ല ചെയ്യുന്നത്, ഞാൻ ഇച്ഛിക്കുന്ന എന്റെ ശരീരത്തെ കൊണ്ട് ചെയ്യിക്കുക. അങ്ങനെ പുതുക്കപ്പെട്ട ദേഹത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. അങ്ങനെ ദേഹത്തിലൂടെ പുറത്തേക്ക് ദൈവേഷ്ടം വെളിപ്പെടാൻ തുടങ്ങും. നമ്മുടെ സംസാരത്തിലൂടെ, നോട്ടത്തിലൂടെ, ഇടപെടലിലൂടെ, കൊടുക്കൽ വാങ്ങലിലൂടെ എല്ലാം ആത്മാവിലുള്ള ആ ദൈവിക വെളിച്ചം പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ ദേഹിക്ക് പുതുക്കം വരുന്നില്ലെങ്കിൽ ഈ വെളിച്ചം പുറത്തേക്ക് വരത്തില്ല. ആ ദേഹിയിലുള്ളത് തന്നെയായിരിക്കും പുറത്തേക്ക് വരിക. പരീക്ഷ ശക്തമാകുമ്പോൾ നമ്മുടെ ദേഹിയിലുള്ള, അദാമ്യ ദേഹിയിലുള്ള ജഡത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളായിരിക്കും നമ്മളിലൂടെ പുറത്തേക്ക് വരിക. നമ്മളോട് താങ്ങാൻ പറയുന്നിടത്ത് നമ്മൾ തള്ളിയിടാൻ തുടങ്ങും, അല്ലെ? കുടുംബത്തിൽ പലപ്പോഴും നമ്മളത് ചെയ്യാറുണ്ട്. ദൈവം നമ്മളോട് താങ്ങാൻ പറയുമ്പോൾ നമ്മൾ താങ്ങുകയല്ല, മറ്റവരെ തള്ളിയിടുന്ന ഒരു മനോഭാവം നമുക്കുള്ള. കുനിഞ്ഞിരിക്കുന്നവരെ നമുക്ക് നിവർത്താനല്ല പറ്റുന്നത്, അവരെ കൂടുതൽ കുനിഞ്ഞവരാക്കി തീർക്കാനാണ് പറ്റുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ എഫേസ്യർ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എഫേസ്യർ 5 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് 22-ാം വാക്യം തൊട്ടാണ്. പക്ഷെ 22-ാം വാക്യം തൊട്ടെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ആരംഭിക്കുന്ന 17-ാം വാക്യം തൊട്ടാണ്. എഫേസ്യർ 5:17 തൊട്ടാണ്. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും
തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ, ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യമാരെയും തുടങ്ങുന്നത്. ഇപ്പം ഇത് ആരംഭിക്കുന്നത് ആത്മാവ് നിറയുന്ന ഒരവസ്ഥയിൽ നിന്നാണ്. നമ്മുടെ ദേഹിയുടെ തലത്തിലും നമുക്ക് സ്നേഹിക്കാനൊക്കെ പറ്റും, ഒരു മാനുഷിക സ്നേഹം. പക്ഷെ അതിന് പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ എന്നാ പറയും, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഇനി എന്റെ തനിനിറം പുറത്തു വരുമെന്ന് പറയും. ഒറിജിനൽ ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റത്തുള്ളൂ. പക്ഷെ ആത്മാവ് നിറയുന്ന ഒരു വ്യക്തി എന്താ പറയുന്നത്? ഒരിക്കല് കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയാണ് രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? കർത്താവിന്റെ മറുപടി എന്താ? മനുഷ്യന്റെ അസാധ്യമെങ്കിൽ ദൈവത്താൽ സകലവും സാധ്യം. അതിനുവേണ്ടിയാ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു ജീവിതം നയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പൊ ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുമെന്ന് പറയുമ്പോൾ ഈ ആത്മാവിന്റെ നിറവില്ലാത്ത ഒരാൾക്ക് ഇത് അസാധ്യമായൊരു കാര്യമാണ്. അപ്പൊ മനുഷ്യഭയത്തിൽ കീഴടങ്ങിയിരിക്കാൻ കഴിയും. 1 കൊരിന്ത്യർ 7 നമ്മൾ വായിക്കുന്നത്, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. ദൈവഭയത്തിൽ വിശുദ്ധിയെ തയ്ക്കുന്നതും മനുഷ്യഭയത്തിൽ വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ളൊരു യാത്ര തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ പേടിച്ചിട്ടും അനുസരിക്കാം, മിണ്ടാതിരിക്കാം, കീഴ്പ്പെടാം, കാരണം നല്ല അടി കിട്ടുമെന്നുള്ള പേടി കൊണ്ട്. പക്ഷെ അത് ദൈവികമായിട്ടുള്ളതൊന്നല്ല. യഥാർത്ഥത്തിൽ കർത്താവിനോടുള്ള ഭയത്തിൽ നിന്നാണ്, ദൈവഭയത്തിൽ നിന്നാണ് ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങേണ്ടിയിരിക്കുന്നത്. ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. അപ്പൊ ദൈവത്തോടുള്ള മനോബോധം നിമിത്തമാണ് ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ ആ സഹോദരി ആ കൽപ്പന അനുസരിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നത്. ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തെ അനുസരിക്കുന്ന ഒരു മനുഷ്യനെ അല്ല അനുസരിക്കുന്നത്, യഥാർത്ഥത്തിൽ ദൈവത്തെ അനുസരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ റോമർ 5 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഇവിടുന്ന് അതിന്റെ ആരംഭം. നമുക്ക് ആത്മാവിൽ നമ്മൾ പ്രാപിക്കുന്നതോടുകൂടി ദൈവസ്നേഹം നമ്മുടെ ആത്മാവിലുണ്ട്. ആ സ്നേഹം ഇനി പുറത്തേക്ക് വരേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അത് പുറത്തോട്ട് വരാതിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങളാണ്, സ്വന്തം ജീവനാണ്. എവിടെയാ സ്വന്തം ജീവനും മരണത്തിന് ഏൽപ്പിക്കുന്നു, അവിടെ വാതിൽ തുറന്നു ആത്മാവിലുള്ള സ്നേഹം പുറത്തേക്ക് വരും. ഞാൻ ചോദിക്കട്ടെ, പ്രസവിച്ചൊരു അമ്മയോട് കുഞ്ഞിനെ സ്നേഹിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നാച്ചുറലി ആ അമ്മയുടെ ഹൃദയം മുഴുവൻ ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് സുബോധമില്ലാത്ത ചിലരൊക്കെ ഉണ്ടാവും. ഇതിൽ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കുന്നത്. നോർമലായ ഒരു സ്ത്രീയെ ഒരു പറഞ്ഞു കൊടുക്കണ്ട, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഈ കുഞ്ഞിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞതുപോലെ വീണ്ടും ജനിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം പകർന്നിട്ടുണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, സ്നേഹിക്കാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ പെർഫ്യൂംസ് ഒക്കെ ഒരു കുപ്പിക്കുള്ളിലാണ് നമ്മൾ അടച്ച് സൂക്ഷിക്കുന്നത്. ആ കുപ്പിയുടെ അടപ്പ് പൊട്ടിയാലേ ഈ മണം നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ദേഹിയുടെ തലത്തിൽ ഒരു മരണം സംഭവിക്കുന്നിടത്താണ് ആത്മാവിലുള്ള ദൈവസ്നേഹം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. നമുക്ക് നമ്മുടെ ദേഹിയുള്ള സ്നേഹം കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, കടിച്ചു പിടിച്ച്. അന്നേരം നമ്മുടെ മുഖത്തിന്റെ ഭാവം കണ്ടാൽ നമ്മൾ ക്ഷമിക്കുമ്പോൾ കഷായം കുടിക്കുന്ന പോലെ ക്ഷമിക്കുന്നത്. ആട്ടെ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പ്രത്യേക ഭാവമായിരിക്കും. പക്ഷെ ആത്മാവിൽ നമ്മൾ നടക്കുന്നിടത്ത് അകത്തേന്ന് വരുന്ന ഈ ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രസന്നതയുണ്ടാവും. ശരി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ചേർത്ത് പിടിക്കും. നമുക്കവിടെ ആന്തരികമായൊരു അടുപ്പമുണ്ട്, ആത്മാവിലുള്ളൊരു അടുപ്പമുണ്ട്. ഈ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് എപ്പോഴും ഈ ക്രൂശ് വഹിക്കാൻ പറയുന്നത്. ഈ ക്രൂശാണ് നമ്മുടെ സ്വയത്തെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സ്വയം തകർക്കപ്പെടാത്തടത്ത്
സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ മരിക്കാത്തിടത്ത് മറ്റുള്ളവർക്ക് നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിച്ചു. ഈ മരണം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനുള്ള മരണമാണ്, സ്വയത്തിനുള്ള മരണമാണ്. നമ്മൾ സ്വയത്തിന് ഏതളവിൽ മരിക്കപ്പെടുന്നു, നമ്മുടെ സ്വയം ഏതളവിൽ തകർക്കപ്പെടുന്നു, ആ അളവിലാണ് നമുക്ക് ഈ സ്നേഹം പകരാനായിട്ട് കഴിയത്തുള്ളൂ മറ്റുള്ളവർക്ക്. അപ്പൊ കർത്താവ് എപ്പോഴും ആ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചിരുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനാണ്. ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവ് എപ്പോഴും ത്യജിച്ചു. നാൾതോറും തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞത് കർത്താവ് ചെയ്തിട്ടാ പറഞ്ഞത്. അതിന്റെ അനന്തരഫലമായിട്ടാണ് അപ്പോസ്തലന്മാർ പറയുന്നത്, ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങളുടെ കണ്ണ് കണ്ടതും ഞങ്ങൾ രുചിച്ചതുമായ ജീവന്റെ വചനം പ്രമാണിച്ച് സംബന്ധിച്ച്. അത് അപ്പോസ്തലന്മാർക്ക് രുചിച്ച പത്രോസ് അത് എഴുതിയത്. പത്രോസ് രുചിച്ചത് എങ്ങനെ? കർത്താവിനെ തള്ളി പറഞ്ഞ് ശിഷ്യന്മാരെയും കൂട്ടി മീൻ പിടിക്കാൻ പോയെടുത്ത് കർത്താവ് അന്വേഷിച്ച് വന്നിട്ട് അവർക്ക് വേണ്ടി രാത്രി മുഴുവൻ അധ്വാനിച്ച് ക്ഷീണിച്ച് അവർക്ക് വേണ്ടി പ്രാതലൊരുക്കി കാത്തു നിന്നു. അവരോട് ആദ്യം പറയുന്നത്, വന്ന് ഭക്ഷിച്ചോളാനാ പറയുന്നത്, കഴിച്ചോളാനാ പറയുന്നത്. എല്ലാം ലാസ്റ്റാ പത്രോസിനോട് ചോദിക്കുന്നത്, ഇനി ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അപ്പൊ പത്രോസ് ശരിക്കും അത് അനുഭവിച്ചു, രുചിച്ചു, തൊട്ടു ആ കർത്താവിന്റെ സ്നേഹം. കർത്താവിനെ തള്ളി പറയാന്നുള്ള ഏറ്റവും മാരകമായ പാപം ചെയ്തതിന് ശേഷവും അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ, കുറ്റപ്പെടുത്താതെ, തന്നെത്താൻ വിധിക്കാൻ ഒരു മനോഭാവമാണ് പത്രോസിന് കൊടുത്തത്. നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞിട്ട് പത്രോസ്, ഇവരെല്ലാം തള്ളി പറഞ്ഞാൽ ഞാൻ നിന്നെ തള്ളി പറയത്തില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും. പത്രോസിന്റെ ആഗ്രഹം തന്നെയായിരുന്നു. പുള്ളി കള്ളം പറഞ്ഞൊന്നുമല്ല, പുള്ളിയുടെ ഉള്ളിലുള്ള ആഗ്രഹം അതായിരുന്നു. പക്ഷെ പുറത്തേക്ക് വന്നപ്പോ അങ്ങനല്ല വന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ആന്തരിക തകർച്ചയില്ലാണ്ട് നമുക്ക് ഈ ക്രിസ്തീയം നയിക്കാൻ കഴിയത്തില്ല. നമ്മളിൽ തന്നെ ഉള്ളത് അദാമ്യമായത് ദൈവീയമായിട്ടുള്ളതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പരിധികളുണ്ട്. പക്ഷെ ദൈവസ്നേഹത്തിന് പരിധികളില്ല. അതിനെ ക്ഷമിക്കുന്നതിനൊരു കണക്കോ അളവൊന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞ് 7 അല്ല 7 എഴുതുവട്ടം നീ ക്ഷമിക്കണം. അപ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അങ്ങനെ ക്ഷമിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മനോഭാവത്തിലെ മാറ്റം വരുത്തുന്നത്. നമ്മൾ പലപ്പോഴും പറയാറില്ല, ഇപ്പൊ 2-3 പ്രാവശ്യമായി നമ്മൾ പറയാറില്ല, ഒരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ക്ഷമിച്ചേക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുകയാണ്. 119 സങ്കീർത്തനത്തില് ദാവീദ് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. 119 സങ്കീർത്തനം അതിന്റെ 32-ാം വാക്യമാണ്. 119-32. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ഇപ്പൊ നമ്മൾ പലപ്പോഴും വളരെ വിഷമിച്ച് നടക്കുക ചെയ്യുന്നത്. 1 യോഹന്നാൻ 5:3 ഇങ്ങനെ വാക്യമുണ്ട്, അവന്റെ കൽപ്പനകളൊന്നും ഭാരമുള്ളവയല്ല. ഇന്ന് പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്കൊത്തിരി ഭാരമുള്ളവയല്ലേ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്. അല്ലെ, നമ്മള് ഒരു ഭാരമുള്ള കൽപ്പന പോലെയാണ് നമുക്കത്. പക്ഷെ ഈ പരിശുദ്ധാത്മാവുള്ള സ്നേഹം അത് നമ്മൾ തിരിച്ചറിയാൻ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഈ കൽപ്പനകളൊന്നും നമുക്ക് ഭാരമുള്ളവയല്ല. ഇവിടെ ദാവീദ് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയം വളരെ വിശാലമാകുക ചെയ്യുന്നത്. നമ്മുടെ പുതുക്കം വരും തോറും നമ്മുടെ കാഴ്ചപ്പാടും ദർശനവും നമ്മുടെ ഇടുക്കവും ഞെരുക്കവും ഒക്കെ പോയിട്ട് നമ്മുടെ ഹൃദയം വിശാലമാകാൻ തുടങ്ങും. ദൈവസ്നേഹം നമ്മൾ അറിയും തോറും. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്, അന്യസഭകളിൽപ്പെട്ടവരാണെങ്കിലും വീണ്ടും ജനിച്ചവരാണെങ്കിൽ അവരെ കാണുമ്പോൾ നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും. ഉപദേശത്തിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് വീണ്ടും ജനിച്ചവരാണെങ്കിലും അവരെ കാണുമ്പോൾ നമ്മുടെ സഹോദരനാണെന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. നമ്മുടെ ഹൃദയം വിശാലമല്ലെങ്കിലോ, അതാ സഭയപ്പെട്ടത്, ഈ സഭയപ്പെട്ടത്, ആ സഭയപ്പെട്ടത്, ഞങ്ങളെ ഉള്ളൂ ശരി, ഞങ്ങളാണ് കർത്താവിനോട് അടുത്ത് ജീവിക്കുന്നവരെ, ഇവരൊന്നും ശരിയല്ല എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കുമ്പോൾ, ദൈവസ്നേഹത്തിന്റെ നീളവും വീതി ആഴുകയും നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശാലമാകാൻ തുടങ്ങും. അവിടെ നമ്മുടെ ലിമിറ്റുകൾ, പരിധികൾ നമ്മൾ മാറാൻ തുടങ്ങും. അപ്പം 10 വട്ടം ക്ഷമിക്കുള്ളൂ എന്നുള്ള പരിധി, അതിന്റെ പരിധി അങ്ങ് നഷ്ടപ്പെടും. കർത്താവെ
ഞാൻ എത്ര വട്ടം വേണേലും ക്ഷമിക്കാൻ തയ്യാറാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊരു കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് അമ്മയോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ടാ ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഇല്ല, നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടത്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്ന താഴോട്ട് പറയുന്നത്. ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം സത്യം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പുറമേയുള്ള കട്ടിയുള്ള ഈ തൊണ്ട് ഈ അകത്തുള്ള സ്നേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് സമ്മതിക്കുന്നില്ലെന്നുള്ള സത്യം. അതുകൊണ്ടാണ് നമ്മൾ ക്രൂശ് എടുക്കാനും നമ്മളെ തന്നെ ത്യജിക്കാനും നമ്മുടെ ഇഷ്ടത്തെ മരിപ്പിക്കാനും പറയുന്നത്. നമുക്കറിയാം, അതിപരിസരത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ തിരശ്ശീല കീറണമായിരുന്നു, അല്ലാണ്ട് കടക്കാൻ പറ്റത്തില്ലായിരുന്നു. കർത്താവ് ആ തിരശ്ശീല കീറി നമ്മൾ വായിക്കുന്നത്. അതെന്തായിരുന്നു ആ തിരശ്ശീല? സാഗ്ര എപ്പോഴും പറയാറുണ്ട്, സെൽഫ് വിൽ, സ്വന്തം ഇഷ്ടമാ തിരശ്ശീല. അത് കീറിയാല് നമുക്ക് ആ എപ്പോഴും സന്തോഷപൂർണതയുള്ള ആ അതിപരിസരത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. സങ്കീർത്തനം 16:15 പറയുന്നുണ്ട്, നിന്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എപ്പോഴും പ്രമോദങ്ങളും ഉണ്ട്. അതില്ലെങ്കിൽ നമ്മൾ എവിടെയാ ആയിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ദൈവസന്നിധിയിൽ അല്ലെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണെങ്കിൽ അതിന്റെ 2 ലക്ഷണങ്ങള്, സന്തോഷത്തിന്റെ പരിപൂർണതയും പ്രമോദങ്ങളും ഉണ്ട് അവിടെ. അല്ലെ നമ്മൾ ഈ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നിടത്ത് നമ്മുടെ സ്വന്തം വില്ലില്, സ്വന്തം ഇച്ഛയെ മരണത്തിന് ഏൽപ്പിക്കുന്നിടത്ത് അതെപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ റോമർ 5:5 വായിച്ച പോലെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിട്ടുണ്ട്. അപ്പൊ ഈ തിരശ്ശീല കീറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടപ്പ് പൊട്ടിക്കഴിഞ്ഞാൽ, ഈ അകത്തുള്ള ആ സ്നേഹം പുറത്തോട്ട് ഒഴുകാൻ തുടങ്ങും. വീണ്ടും എനിക്കും അങ്ങനത്തെ സ്നേഹമുണ്ട്. ഞാൻ ഇന്നാൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ പുത്തോപ്പിലുള്ള മോഹൻ ബ്രദർ, ആ തളർന്ന ബ്രദർ വീണ്ടും ജനത്തിന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച്. പുള്ളി വീണ എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ട് അപ്പനും അമ്മയൊക്കെ ഉപേക്ഷിച്ചു. അവസാനം ജ്യേഷ്ഠന്റെ വീട്ടില് പുള്ളി ചെറിയ ചാർത്തുണ്ടെങ്കിൽ അതിനകത്ത് ബ്രദറിനെ കൊണ്ട് കിടത്തിയിരുന്നു. എനിക്ക് ആൾ തളർന്ന് മരണത്തെക്കുറിച്ച്, ആത്മഹത്യയെക്കുറിച്ചാണ് അവസാനം ചിന്തിച്ചുകൊണ്ടിരുന്നത്. എല്ലാത്തിനോട് വെറുപ്പ്, എന്തൊന്നില്ലാത്ത പക. ഇങ്ങനെ കിടക്കുന്നിടത്താണ് ഒരാളൊരു ബൈബിൾ കൊണ്ട് കൊടുത്തു. അതും വിമർശിക്കാൻ വേണ്ടി ബ്രദർ വായിച്ച് അവസാനം പുള്ളി വീണ്ടും ജനിച്ചു. പുള്ളി പറഞ്ഞൊരു സാക്ഷി, രാത്രിയിൽ അനുഭവം ഉണ്ടാകുന്നു വീണ്ടും ജനനത്തിന്റെ. പുള്ളി പറഞ്ഞ രാത്രി മുഴുവൻ ഞാൻ കരയുകയായിരുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, എനിക്ക് സ്നേഹിക്കണമെന്നുള്ളൊരു ഭയങ്കര തള്ളലാണ്. പട്ടിയോ പൂച്ചയോ മരവോ എന്നാ കണ്ടാലും എനിക്ക് സ്നേഹിക്കണം. ഇതാണ് വീണ്ടും ജനനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധമായ നമ്മുടെ ഉള്ളിൽ പകരുന്ന ദൈവസ്നേഹം. എന്നിട്ടൊരു അടുത്ത വീട്ടിലൊരു ബാലൻ പാലും കൊണ്ട് വരുമായിരുന്നു അവിടെ ആ വീട്ടിൽ. ഒരു ദിവസം രാവിലെ പാലും കൊണ്ട് വന്നുകൊണ്ട് ബ്രദർ അവനോട് പറഞ്ഞു, മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശുവിനെ വെറുത്ത് യേശുവിനെതിരായിട്ട് ചിന്തിച്ച ആള് ഈ വീണ്ടും ജനത്തിന് അനുഭവം വന്നു കഴിഞ്ഞപ്പം ആദ്യം ഒരാളോട് പറഞ്ഞതാണ്, ആ സ്നേഹം അനുഭവിച്ച് ആ സഹോദരൻ പറഞ്ഞത്, മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇതാണ് സത്യം. നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനിക്കുമ്പം ഈ സ്നേഹം പകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ദിനംപ്രതി ക്രൂശ് എടുക്കേണ്ടി. അല്ലെ, ആ ക്രൂശിനോടുള്ള ബന്ധം ദിനംപ്രതി, ഡെയിലി എന്നാ പറഞ്ഞിരിക്കും. അതിന്റെ കാരണം നമ്മുടെ ഈ പുറന്തോടിന്റെ പ്രത്യേകത, ഈ ഇവിടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, പെരുമ്പാമ്പ് എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്. അതിനെ നമ്മൾ വെട്ടിമുറിച്ചാലും കുറച്ച് കഴിയുമ്പോൾ മുറി കൂടും. നമ്മുടെ ദേഹിയുടെ പ്രത്യേകതയാണ്. ഒരു രാത്രി ഉറങ്ങി ഉണർന്നു കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആവും. ശരിയല്ലേ? നമുക്കെല്ലാം അനുഭവമില്ലേ അത്? വീണ്ടും കഠിനപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന, പരാതിയുള്ള. അതുകൊണ്ടാണ് ഡെയിലി ക്രൂശ് എടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് മറ്റ് സഭകളിൽപ്പെട്ട പല സഹോദരന്മാരും ക്രൂശി ചുമന്നോടും നടക്കും. മാറ്റത്തില്ല, അല്ലെ? മാലയിൽ എപ്പോഴും ഒരു ക്രൂശ് കാണും. പക്ഷെ അതുകൊണ്ട് വല്ല മാറ്റവും വരില്ല. ഇത് ആന്തരികമായ ഒരു ക്രൂശാണ്. സ്വന്തം ഇഷ്ടത്തെ ക്രൂശിക്കുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ വേണ്ടിയ ഒരു കാര്യമാണ്. ആ ക്രൂശ് എടുക്കുമ്പോൾ നമ്മൾ തകർക്കപ്പെടുന്നു, നമ്മളിലുള്ള സ്നേഹം പുറത്തേക്ക് വരും, നമ്മുടെ സ്വന്തം ഇഷ്ടം ത്യജിക്കപ്പെടുന്നു, ദൈവേഷ്ടം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനത്തെ ഒരു കുടുംബജീവിതത്തില് സംഭവിക്കുന്ന ഒരു കാര്യം, മുന്നോട്ട് പോകും തോറും ഈ ഒരു സ്നേഹബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാം പ്രാക്ടിക്കൽ ലൈഫിൽ നമുക്കറിയാം, വിവാഹം തുടങ്ങുന്ന ആദ്യ കാലത്തൊക്കെ ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ ആയിരിക്കും, അല്ലേ? കുറച്ച് മുന്നോട്ട് പോകും തോറും
അതിന്റെ അളവ് കുറയാൻ തുടങ്ങും, ഇഷ്ടം കുറയാൻ തുടങ്ങും. ശരിയല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നെങ്കിൽ ആ സ്നേഹം വർദ്ധിക്കും. സ്നേഹം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറയാം. 1 കൊരിന്ത്യർ 13 പറയുന്ന പോലെ ക്ഷമ കൂടും, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കൂടും, ദോഷം കണക്കിടാത്ത മനോഭാവം കൂടിക്കൊണ്ടേയിരിക്കും. ആദ്യ നാളുകളിൽ അതുണ്ട്. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തില് ദൈവം സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 2-ന്റെ വാക്യത്തില്, യിരെമ്യാവ് 2-2 ഇവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, നീ എന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയട്ടെ, യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. 2 കൊരിന്ത്യർ 11 പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷെ ഇത് വർദ്ധിച്ചു വരേണ്ട ഒരു കാര്യമാണ്. ഈ ഭക്തിയും സ്നേഹവും നമുക്ക് വർദ്ധിച്ചു വരേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ അത് വായിക്കുന്നത്, അതിന്റെ 8-ാം വാക്യം, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും അപ്പൊ സഹോദരന്മാരെ, ഇത് നമ്മൾ മനഃപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വെളിപ്പാട് പുസ്തകത്തില് സഭയോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 2-ാം അധ്യായത്തില്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ന്റെ എഫെസോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോഴാണ് നമ്മളത് വായിക്കുന്നത്. നാലാം വാക്യം 2-4, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. എന്ത് ചെയ്യാനാ പറയുന്നത് നമുക്ക് അടുത്ത 5-ാം വാക്യത്തിൽ കാണാം. നീ ഏതിൽ നിന്ന് വീട്ടിരിക്കുന്ന ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. സ്നേഹിക്കാനല്ല പറയുന്നത്, ആദ്യത്തെ പ്രവൃത്തി. എന്തായിരുന്നു ആദ്യത്തെ പ്രവൃത്തി? പെട്ടെന്ന് ക്ഷമിക്കുമായിരുന്നു, ഇല്ലേ? അന്നൊക്കെ സഹോദരിയുടെ കയ്യിൽ നിന്ന് ക്ലാസ് വീണ് പൊട്ടിയിട്ടുണ്ട്, പോട്ടെന്നാ പറയുന്നത്. ആരുമില്ല, പോട്ടെ, എടുത്ത് കളഞ്ഞേക്കാൻ പറയും. പക്ഷെ ഇപ്പോഴോ, ഇപ്പൊ നമ്മൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, അതല്ലേ, ഇതല്ലേ. ഇവിടെ എന്താ സംഭവിച്ചേ? അന്ന് ആ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു, ക്ഷമിക്കുന്ന ഒരു പ്രവൃത്തി, ദോഷം കണക്കിടാത്തൊരു പ്രവൃത്തി. അതുകൊണ്ട് ഇവിടെ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നു, ആദ്യത്തെ പ്രവൃത്തി ചെയ്യേ. ഇല്ലേ, അന്ന് ആദ്യ സമയങ്ങളിലൊക്കെ ഒരു അസുഖം വന്ന് കിടക്കുകയാണെങ്കിൽ മിക്കവാറും അടുത്ത് തന്നെ കാണും, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, അല്ലേ, എങ്ങനെയുണ്ട്, വെള്ളം വേണോ, എന്താ വേണ്ടിയേ. ഇപ്പോഴാണേലോ, ഇപ്പോഴാണെന്ന് പറയും, മിണ്ടാണ്ട് അവിടെ ഞാൻ കിടന്നോളാന്ന് പറയും. എന്തിനാ മൂളുകയും ജനകയൊക്കെ ചെയ്യുന്നത്? ഇതെല്ലാവർക്കും വരുന്നതല്ലേ, അല്ലേ? ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ശരിക്കും നമ്മുടെ ഉള്ളിൽ ഇത് വർദ്ധിച്ചാ വരണ്ടേ. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മുടെ കണ്ണുകൾക്കൊരു പ്രമോദമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് സന്തോഷമായിരുന്നു. ഇന്നോ, ഇല്ലേ? ഇപ്പം സൗകര്യ ഒരാഴ്ച വീട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ വഴിക്കണ്ണുമായിട്ടിരിക്കും കാണാൻ. എന്നാണേലോ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയില്ലേ. നമുക്ക് എവിടാ സംഭവിച്ചേ? നമ്മുടെ സ്നേഹത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു, പാപത്തിന്റെ ചതിയാൻ. നമ്മൾ ആദ്യത്തെ സ്നേഹം പോയി, അതിന്റെ പിന്നാലെ ആ പ്രവൃത്തികളെല്ലാം പോയി. അപ്പൊ അതാണ് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞ്, വിവാഹം നിശ്ചയിച്ച നാളിലുള്ള നിന്റെ ഭക്തിയും സ്നേഹവും ഒക്കെ ഞാൻ ഓർക്കുന്നു. അപ്പോസ്തലന്റെ ഭയം അതായിരുന്നു, ക്രിസ്തു ഏകപുരുഷന് നിർമ്മല കന്യയെ ഏൽപ്പിപ്പാൻ നിങ്ങൾ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തെ ചെന്ന ഹൃദയം കർത്താവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്ന ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ കർത്താവിനോടുള്ള ഏകാഗ്രത വിടുമ്പം നിർമ്മലത നഷ്ടപ്പെടും. അവിടെ എന്താ സംഭവിക്കുന്നത്? ഹൃദയം കഠിനപ്പെടും, പാപത്തിന്റെ ചതിയാലാ കഠിനപ്പെടുന്നത്. എന്ന് പറഞ്ഞാല് എപ്പോഴാണ് സാത്താൻ പ്രവേശിക്കുന്നത്? അപ്പൊ സാത്താൻ എപ്പോഴും കുടുംബജീവിതത്തിൽ ശ്രമിക്കുന്ന ഒരു കാര്യം അസമാധാനം ഉണ്ടാക്കാനായിട്ടാണ്. അസമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ സാത്താന് വളരെ പെട്ടെന്ന് നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഭാര്യയോട് പറയുന്നത്, ഇന്ന കുടുംബത്തിലൊക്കെ നോക്കി, അവിടുത്തെ ആ പുള്ളി എത്ര മര്യാദക്കാരനാണ്, നിന്റെ കെട്ടിയവനാണ് എങ്ങനത്തവനാ,
ഇല്ലേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അരിശവും ബഹളവും ഒരു സ്നേഹവും ഇല്ല, കരുണയില്ല. അവിടെ സാവകാശ ഹൃദയം വഷളാകാനായിട്ട് തുടങ്ങി. ആ ഏകാഗ്രത നഷ്ടപ്പെട്ടു. സാത്താൻ അങ്ങനെ ചതിക്കുന്നത് ഭാര്യയോടുള്ള ബന്ധത്തില്. അതുകൊണ്ടാണ് ഓരോ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, ഭാര്യഭർത്തൃ ബന്ധം എന്ന് പറയുന്നിടത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയത്തേക്ക് അല്ലാതെ അന്യോന്യം വേർപിരിഞ്ഞ് ഇരിക്കരുത്, വീണ്ടും ചേർന്നിരിപ്പി എന്ന് പറയുമ്പോൾ അത് ആന്തരികമാണ്, പ്രാഥമികമായിട്ട്. എപ്പോഴെങ്കിലും സൗരസന്മാരെ നമ്മുടെ ഉള്ളിൽ ഭാര്യയോട് അകൽച്ച വരുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചോണം. അല്ലെ ഭർത്താവിനോട്, സാത്താന്റെ ഇടം അന്വേഷിക്കുക, അവിടെ നമ്മളെ നശിപ്പിക്കാൻ ഉള്ളൊരു വഴി അന്വേഷിക്കുക. അങ്ങനെ അകൽച്ച ഉണ്ടാക്കി കഴിയുമ്പോഴാണ് വേറെ ഒരാളോടുള്ള ബന്ധത്തിൽ താല്പര്യം വരാൻ തുടങ്ങും. ആത്മീയജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. കർത്താവിനോടുള്ള ഏകാഗ്രത നിർമ്മലത പോകുന്ന എപ്പോഴാണ്? നമ്മൾ പാപത്തോട് അടുക്കാൻ തുടങ്ങുമ്പോഴാണ്. സാവകാശം പാപത്തിന് ഇട കൊടുക്കുമ്പം കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നമുക്ക് നഷ്ടപ്പെടും. ക്ഷമിക്കാതിരിക്കുമ്പോൾ, അശുദ്ധ ചിന്തകൾക്ക് ഇട കൊടുക്കുമ്പോൾ, കയ്പിന് ഇട കൊടുക്കുമ്പോൾ, ക്ഷമിക്കാതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കർത്താവിനോടുള്ള ഏകാഗ്രത നമുക്ക് അവിടെ എന്റെ മധ്യത്തിൽ സാത്താൻ കയറി. സാത്താൻ അങ്ങനെ നമ്മളെ ചതിക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ളവരുടെ താല്പര്യം നമ്മൾ ഉളവാക്കാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങണം. അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞ സാത്താൻ ഇട കൊടുക്കരുത്. അത് ആരംഭിക്കുന്ന നമ്മുടെ ചിന്തകളില്ല. എപ്പോഴും ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ നടുവിൽ ഒരു ശൂന്യത ഉണ്ടാകാൻ പാടില്ല. ഒരകൽച്ച, ഒരല്പം പോലും, ഒരു ഇച്ചിരി അകൽച്ച വന്നാൽ ആ പഴുതിൽ സാത്താൻ കയറിക്കൂടും. എന്നിട്ട് കൂടുതൽ നമ്മളെ അകത്തി, നമ്മുടെ സമാധാനം, സന്തോഷം നഷ്ടപ്പെടുത്തി, ഏകാഗ്രത നിർമ്മലത നഷ്ടപ്പെടുത്തി, പാപത്തിലേക്ക് നമ്മളെ വീഴ്ചെന്നേക്ക് നശിപ്പിച്ച് കളയാന്നുള്ളതാണ് സാത്താന്റെ ലക്ഷ്യം. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ജാഗ്രതയുള്ളവരായിരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളിൽ ഒരിക്കലും ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ ഒരു കയ്പിന്റെ ചിന്തയ്ക്ക് ഇടകൊടുക്കരുത്. ഭാര്യയോടുള്ള ബന്ധം നമ്മൾ ചെയ്യേണ്ടത് എന്താ? പെട്ടെന്ന് നമ്മൾ ശുദ്ധീകരണത്തിലേക്ക് വരണം, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, വീണാൽ എഴുതിയേക്കുന്ന പോലെ. ഇപ്പൊ എന്റെ ഹൃദയത്തില് ചിലപ്പോൾ ഭാര്യയുടെ ചില പ്രവൃത്തികളോടുള്ള ബന്ധത്തിലായിരിക്കും. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നമ്മള് രണ്ട് ഉറവകൾ നമ്മളിലുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് മധുരമുള്ള ഉറവേ, കയ്പുള്ള ഉറവേ. ഈ കയ്പുള്ള ഉറവയുടെ പ്രത്യേകത എന്താ? നമ്മളിൽ തന്നെയുള്ള ഒരു ഉറവയുടെ പ്രത്യേകത എന്താ? വളരെ പെട്ടെന്നായി തള്ളിപ്പൊങ്ങി വരുന്നത്, പെട്ടെന്ന് പ്രതികരിക്കുന്നു, പെട്ടെന്ന് ഒരു തീരുമാനത്തിലെത്തുന്നു, പെട്ടെന്ന് തിരിച്ചടിക്കുന്നു, അല്ലെ? പെട്ടെന്നാ എല്ലാം നടക്കുന്നത്. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുത്തും തോറും ആ ഉറവയുടെ ശക്തി കുറയാൻ തുടങ്ങും. ആ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങും. നമ്മൾ ഉള്ളിൽ കിടന്ന് കറങ്ങും, പുറത്തേക്ക് വരത്തില്ല. മറ്റേത് ഉള്ളിൽ നന്നേരം തന്നെ ഇത് പുറത്തേക്ക് വാക്കുകളായിട്ടോ പ്രവൃത്തിയായിട്ടോ പുറത്തേക്ക് വരികയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവൃത്തി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ആ ഉറവയുടെ ശക്തി കുറയാൻ തുടങ്ങും. സാവകാശം മുന്നോട്ട് പോകും, പ്രതികരിക്കാനുള്ള ആഗ്രഹം പോലും നമ്മൾ ഇല്ലാതാകും. നമ്മൾ ഒരു സമയത്ത് വളരെ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കുന്ന ഒരു കാര്യം വീണ്ടും സഹോദരി ചെയ്യുമ്പോൾ, അല്ലെ സഹോദരൻ ചെയ്യുന്ന കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്വസ്ഥരായിത്തീരും, നമ്മൾ പ്രതികരിക്കത്തില്ല. ആ ഉറവ് പറ്റും നമുക്ക് കാണാൻ കഴിയും. മറ്റേ ഉറവ, ജീവന്റെ ഉറവ, മധുരമുള്ള ഉറവ ശക്തി പ്രാപിച്ച് പുറത്തേക്ക് വരുന്ന കാണാൻ കഴിയും. നല്ല വാക്കുകൾ, ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ, ക്ഷമിക്കുന്ന വാക്കുകൾ. അങ്ങനെയാണ് ഇതിന്റെ അപ്പോസ്തലൻ യോഹന്നാൻ പറഞ്ഞത്, ഞാനോ കുറയണം, അവനോ വളരണം. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. നമ്മളിൽ തന്നെ ഉള്ളതിനെ കുറയ്ക്കുകയും ദൈവികമായതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് ദൈവം നമ്മൾ ചെയ്യുന്നത്. അതിന്റെ അനന്തരഫലം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബജീവിതങ്ങൾ ആരംഭത്തിനേക്കാൾ കൂടുതൽ സന്തോഷമുള്ളതായി തീരും. നമ്മുടെ കുടുംബജീവിതത്തിന്റെ ആദ്യ സമയങ്ങളിൽ നമുക്ക് പരസ്പരം അധികം അറിയത്തില്ല. രണ്ടു കൂട്ടരും ഭാര്യയും ഭർത്താവും തങ്ങളെ തന്നെ മറച്ചു പിടിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുറത്ത് കാണിക്കത്തില്ല, ഒന്നും പറയത്തില്ല. പക്ഷെ കുറച്ചുനാൾ മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? ഇഷ്ടപ്പെട്ടില്ലേ പറയാൻ തുടങ്ങും, അല്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ ആത്മീയ ഒരു വളർച്ച നമ്മൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് കൂടുതൽ നിയന്ത്രണം വരിക, സെൽഫ് കൺട്രോൾ. ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ 9-ാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രിയ ജയം, അല്ലെ? തങ്ങളെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിൽ നിറയപ്പെടും തോറും, ഇവിടെ അതാ പറഞ്ഞ ആത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് നിറഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എഫെസ്യരിൽ വായിച്ചതുപോലെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാനായിട്ട് എളുപ്പമാണ്. ആത്മാവില്ലെങ്കിലോ അസാധ്യമായൊരു കാര്യമാണ്. തുടർന്ന് താഴേക്ക് വരുമ്പം 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവണ്ണം
ഭാര്യമാരും ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ആരും തന്നെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. അവിടെ ജഡം എന്ന് പറയുമ്പോൾ ശരീരത്തെ കുറിച്ചാണ് കേട്ടോ, നമ്മൾ മറ്റേ ജഡമല്ല. ആരും തന്റെ ശരീരത്തെ ഒരു നാളും പകച്ചിട്ടില്ല. നമ്മൾ ആരും നമ്മുടെ ശരീരത്തെ പകയ്ക്കാറുണ്ട്. പകയ്ക്കാറുള്ളവര് സുഖം നഷ്ടപ്പെട്ടവരാ. ലഘ്യം ബാധിച്ച പുള്ളി തന്നെത്താൻ ചതിക്കുമായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അല്ല, ആരും ഒരു നാളും തന്റെ ശരീരത്തെ പകച്ചിട്ടില്ല. ഇപ്പൊ രണ്ടുപേരും ഒരു ശരീരമാണ്. അപ്പൊ ഞാൻ എന്റെ ഭാര്യയെ ഉപദ്രവിക്കുമ്പോൾ എന്നെ തന്നെയാണ് ഉപദ്രവിക്കുന്നത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ബോധ്യമുണ്ടോ? നമ്മൾ ഒന്നായി തീരും തോറുമാണ് ഈ ബോധ്യം കൂടി വരുന്നത്. ഇരുവരും ഒരു ശരീരമായി തീരും. അങ്ങനെ ശരീരമായി തീരും തോറും ഞാൻ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്റെ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങും. എന്നെ കരുതുന്നത് പോലെ തന്നെ, എന്നെ പരിഗണിക്കുന്നത് പോലെ തന്നെ. ഈ ദൈവസ്നേഹത്തിൽ നമ്മൾ വളരും തോറുമാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു വെളിച്ചമായി തീരുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കർത്താവിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നത്. ഇങ്ങനെ ഒരു കുടുംബജീവിതമാണ്. നമ്മൾ കൂടുതൽ ക്ഷമ പ്രാപിച്ചുകൊണ്ടിരിക്കും തോറും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കാൻ കഴിയും. ആദ്യമൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ അവരെ ശിക്ഷിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന നമ്മള് ഇതിൽ വളരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കുറ്റപ്പെടുത്തൽ കുറയാൻ തുടങ്ങും. അത് നമ്മുടെ ദേഹിയിൽ നിന്നായിരുന്നു പലപ്പോഴും വരുന്നത് ഒരു എരിവ്. അത് ആത്മാവിൽ നിന്നുള്ള എരിവ് വരുമ്പോൾ പണിയുന്ന ഒന്നാണ്, അത് ഇടിച്ചു കളയുന്ന ഒന്നല്ല. ദേഹിയിൽ നിന്ന് വരുന്ന എരിവ് എപ്പോഴും ഇടിച്ചു കളയുന്നതാണ്, നശിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, അപ്പോസ്തലൻ പൗലോസും ബർന്നബാസും തമ്മിൽ തെറ്റാനുള്ള കാര്യം മർക്കോസിന്റെ കാര്യത്തിലാണ്. അവര് മിഷനറി യാത്രയിൽ പോകുമ്പോൾ പ്രതികൂലം ഉണ്ടായപ്പം മർക്കോസ് എന്ത് ചെയ്തു? പയ്യെ അവിടുന്ന് മുങ്ങി പുള്ളി യെരൂശലേമിലോട്ട് തിരിച്ചു പോകും. രണ്ടാം വിഷയയാത്രയില് ബർന്നബാസ് പറഞ്ഞു മർക്കോസിനെ കൂടെ കൂട്ടണം. പൗലോസ് പറഞ്ഞ് വേറെ പ്രതികരണം നമ്മൾ ഇട്ടിട്ട് പോകുന്നതിന് ഒരു തരത്തിലും കൂട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വിഷയം ഇല്ലെന്ന് അതിന്റെ പേര് നമ്മൾ വായിക്കുന്ന രണ്ടുപേരും തമ്മില് പിരിഞ്ഞു. പക്ഷെ അവസാനം പൗലോസ് കുറെ കാലത്തിന് ശേഷം ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്: മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളതിനാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക, അവനെ കുറിച്ച് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവിടെ മർക്കോസിന് വന്ന മാറ്റമല്ല, അപ്പോസ്തലന്റെ ഉള്ളിൽ വന്ന മാറ്റം. കൂടുതൽ ആത്മീയനായി തീർന്നതോറും ആത്മാവിൽ പ്രതികരിക്കാൻ തുടങ്ങി. മറ്റേത് സ്വയത്തിൽ നിന്നുള്ള പ്രതികരണമായിരുന്നു, എരിവ്, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത തലം. പക്ഷെ ആത്മാവിൽ നിന്ന് എരിവും വിട്ടതെല്ലാം ഉണ്ടെങ്കിലും അതിന്റെ പ്രതികരണങ്ങളും അതിന്റെ ഫലങ്ങളും വ്യത്യസ്തമാണ്. അത് മറ്റൊരാളെ പണിയുന്ന ഒന്നാണ്, ഇടിച്ചു കളയുന്നതല്ല, ഉപേക്ഷിക്കുന്നതല്ല, ചേർത്ത് പിടിക്കുന്നതാണ്. അപ്പൊ നമ്മളെല്ലാം തുടങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ ദേഹിയുടെ എരിവ് നമുക്ക് കാണാൻ കഴിയും, ചർച്ചിനോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ എല്ലാം. പക്ഷെ നമ്മൾ ആത്മാവായിട്ട് വളരും തോറും അത് കുറഞ്ഞു 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 വരും. ആത്മാവിലുള്ള ജ്ഞാനം നമുക്ക് വർദ്ധിച്ചു തരും. ആത്മാവിലുള്ള സഹിഷ്ണുതയോടെ നമ്മൾ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങും. അപ്പൊ ഇതാണ് കുടുംബീയത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ശരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഒന്നായിക്കൊണ്ടേയിരിക്കണം. അപ്പോസ്തലൻ കൊരിന്ത്യരിൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒന്ന് തന്നെ ചിന്തിക്കണം. ഈ ആത്മാവിന്റെ തലത്തിൽ ചെല്ലുന്നവർ ഒന്ന് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. ദേഹിയുടെ തലത്തിൽ നിൽക്കുമ്പോൾ രണ്ട് ചിന്തകളാണുള്ളത്. ആത്മാവിന് എപ്പോഴും ഒറ്റ ചിന്തയുള്ളൂ. നമ്മുടെ രണ്ട് ദേഹിക്ക് രണ്ട് ചിന്തയാണുള്ളത്. അപ്പൊ നമ്മൾ രണ്ടായിട്ട് നിന്നുകൊണ്ട് ഒരു കാര്യം ചിന്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആത്മാവിലേക്ക് തിരിയുമ്പോൾ കൊരിന്ത്യരിൽ പറയുന്നപോലെ ആ മൂടുകൂടെ നമ്മുടെ ഹൃദയത്തെ കിടക്കുന്നു, ആത്മാവ് കർത്താവാകുന്നു. ആത്മാവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുകൂടെ നീങ്ങിപ്പോകും. മൂടുകൂടെ നീങ്ങി മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. അപ്പൊ നമ്മൾ ആത്മാവിലേക്ക് തിരിയുന്നിടത്താണ് ഈ ഒരു പ്രക്രിയ നമ്മളിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് എഫേസ്യർ 1:17 പറഞ്ഞു തുടങ്ങുന്നത് ആത്മാവ് ബുദ്ധിയില്ലാതെ ആത്മാവ് നിറഞ്ഞവരായി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സങ്കീർത്തനങ്ങളും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു. ഈ തമ്മിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നാമത് സംഭവിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലായത്. അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കീർത്തനം, സ്തുതി, ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചു. നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യലേഖനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ കുടുംബജീവിതം ഈ ഒരു കാലഘട്ടം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആധിപത്യത്തിന് വേണ്ടിയുള്ള ഇരുട്ടും വെളിച്ചവും നമ്മൾ പോരാട്ടത്തിലാണ്. നമ്മൾ വെളിച്ചത്തിന്റെ മക്കളാണ്. നമ്മൾ ഇരുളായിരുന്നു. എഫേസ്യർ 5 നമ്മൾ വായിക്കുന്ന മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, 8-ാം വാക്യം. ഇപ്പോഴും നിങ്ങൾ കർത്താവിൽ വെളിച്ചമാണ്. ഇന്ന് നമ്മൾ ഈ പോരാട്ടത്തിൽ കർത്താവിനോട് കൂടെ നിന്ന് ആ വെളിച്ചം
വർദ്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ കുടുംബജീവിതങ്ങൾ വെളിച്ചം പ്രസരിപ്പിക്കുന്ന കുടുംബജീവിതങ്ങളായിട്ട് മാറണം. ക്ഷമയുടെ, കരുണയുടെ, ദോഷം കണക്കിടാത്ത, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന, അനീതി സന്തോഷിക്കുക, സത്യം സന്തോഷിക്കുന്ന ആ നിലയിൽ ഈ കർത്താവ് മുകളിൽ നിന്ന് സ്വർഗത്തിൽ നോക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞ ലോകത്ത് അങ്ങും ഇങ്ങും പ്രകാശത്തിന്റെ തുരുത്തുകളായിട്ടുള്ള ഭവനങ്ങൾ, പാപം കൊണ്ട് നിറഞ്ഞ പരാതിയും പിറുപിറുപ്പും വാദവും തർക്കവും ഒക്കെ നിറഞ്ഞ വീടുകളുടെ മധ്യത്തിൽ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുന്നവരെ, ക്ഷമിക്കുന്നവര്, പൊറുക്കുന്നവര്, കരുണ കാണിക്കുന്നവരെ, ആ നിലയിൽ വെളിച്ചത്തിന്റെ തുരുത്തുകളായിട്ട് നിൽക്കാനായിട്ടാണ് നമ്മളെ കുടുംബമായിട്ട് വിളിച്ചിരിക്കുന്നത്. അല്ലെ? കുഞ്ഞുങ്ങള് മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരെ, ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കുന്നവരെ, ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരെ, ബഹുമാനിക്കുന്നവരെ, അങ്ങനെ ദൈവികമായ നമ്മളിങ്ങനെ വായിക്കുന്ന ആ തലയിൽ നിന്ന്, ക്രിസ്തു തലയിൽ നിന്ന് നമുക്ക് ദൈവികമായ വളർച്ച പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. കൊലോസ്യർ പറയുന്നുണ്ട് ഈ കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-19 വാക്യങ്ങളാണ്. താഴ്മയിലെ ദൂതന്മാരെ ആരാധിക്കാൻ രസിച്ച് സ്വന്തം രഹസ്യങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ആരും നിങ്ങളെ വിരുദ്ധരിക്കരുത്. തലയാവിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കേണ്ടി. ഈ ആത്മാവിൽ നമ്മൾ വസിക്കുന്നിടത്താണ് നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നത്. അന്നേരമാണ് തലയുമായുള്ള സജീവ ബന്ധം നമുക്കുണ്ടാകുന്നത്. അപ്പൊ തലയാ നമ്മൾ നടത്തുന്നത്. തലയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടാണ് നമ്മളിലേക്ക് വ്യാപരിക്കുന്നത്. നമ്മളിൽ തന്നെയുള്ളതൊന്നല്ല. അതുകൊണ്ട് സഹോദരന്മാർ, ഈ നിലയിൽ ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മളെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന പോലെ ഞാൻ പറയാം. അല്ല, ആദ്യം കഴിഞ്ഞ ആഴ്ച ഇട്ട് തന്നൊരു ചോദ്യം ഇതായിരുന്നു: ഒരു ഭാര്യയും അമ്മയും എന്ന നിലയിൽ എൻ്റെ കുടുംബത്തെ സേവിക്കുമ്പോൾ ഒരു ദാസമനോഭാവം പുലർത്താനും ജോലിഭാരത്തെക്കുറിച്ച് എല്ലാ പരാതികളും എൻ്റെ വായിൽ നിന്നും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴിവാക്കാനും കർത്താവ് എന്നെ അടുത്ത കാലത്തായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിരുന്നാലും എൻ്റെ കുട്ടികൾ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് വീട്ടിലെ കുടുംബത്തിലെ ജോലിയിലും ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ പങ്കുകാരായി തീരണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ആവശ്യപ്പെടാതെ തന്നെ ചെയ്യുവാനും സ്വയം കാര്യങ്ങൾ ചെയ്യുവാനും നാം എല്ലാം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കാനും പഠിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദാസ്യ മനോഭാവം നിലനിർത്തിക്കൊണ്ട് ഇതെങ്ങനെ അവരെ പഠിപ്പിക്കും? ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? നല്ലൊരു ചോദ്യമാണ്. നല്ലൊരു ഹൃദയത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇതിനകത്ത് ഒരു കാര്യം തീത്തോസിൽ പറയുന്നുണ്ടല്ലോ. നമുക്കറിയാം, തീത്തോസ് ലേഖനം എഴുതുന്ന കാലഘട്ടത്തിൽ സ്ത്രീകളോട് പറഞ്ഞിരിക്കുന്ന അടങ്ങി പാർക്കാനും വീട്ടുകാര്യം നോക്കാനും മക്കളെ പ്രസവിക്കാനും ഒക്കെയാ. പക്ഷെ ഇന്നത്തെ കാലഘട്ടം കുറെ കൂടെ വ്യത്യാസമായി, അല്ലേ? ഇപ്പം സ്ത്രീകളൊക്കെ പുറത്തു പോകാനും ജോലി ചെയ്യാനൊക്കെ തുടങ്ങിയതോടുകൂടി ഇപ്പം ഭാര്യയും ഭർത്താവും ജോലി ചെയ്യാനായിട്ട് പോകുമ്പം പലപ്പോഴും കുടുംബഭാരം സൗകര്യമാരുടെ മാത്രം തോളെ വരാറുണ്ട്. അത് ഭയങ്കര ഒരു ഭാരം അവർക്ക് ഉളവാക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൺപിള്ളേരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരും അടുക്കള കയറുകയും ഇപ്പം ഭാര്യ ജോലിക്ക് പോകുമ്പോൾ അവരാ കുക്കൊക്കെ ചെയ്യുന്നത്. ഭാര്യ വരുമ്പോഴത്തേനും വീട്ടിലാവശ്യമുള്ള ഭക്ഷണ പദാർത്ഥം എല്ലാം അവരെ കരുതാറുണ്ട്. അപ്പൊ ഇവിടെ തീത്തോസ് 2 പറഞ്ഞിരിക്കുന്നത്, നമ്മള് യൗവനക്കാരത്തികളെ ശീലിപ്പിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരിക്കണം. 2-3 കാര്യം പറഞ്ഞു. വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരായിരിക്കണം. ഇത് നമ്മൾ ചെറുപ്പം തൊട്ട് ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ. ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതിന്റെ ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ അത് ശീലിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മോളുമായിട്ട് സംസാരിച്ചപ്പം എന്നോട് പറഞ്ഞു, ഭർത്താവ് അടുക്കളയിലാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പം ഭർത്താവിനെ കൊണ്ടും അടുക്കള പണി ചെയ്യും, ചെയ്ത് പഠിക്കട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിന്ത അതാ. ഞാൻ മാത്രമല്ല, പുള്ളി ചെയ്ത് പഠിക്കട്ടെ. കാരണം രണ്ടുപേരും 2 സമയത്തായിരിക്കും ജോലിക്ക് പോകുന്നത്. അപ്പൊ ഒരാൾ ജോലി മറ്റേ ഇതൊക്കെ നോക്കാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും അത് ശീലിപ്പിക്കണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കി ശീലിപ്പിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാണ്ടിരിക്കണമെന്നുണ്ടല്ലേ
നിങ്ങളിത് ശീലിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടി അല്ലെ, നമുക്കറിയാം പിള്ളേരെ ചെറുപ്പം തൊട്ട് ശീലിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവനും പറയുന്നത് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. ഞാൻ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചെറിയ കുഞ്ഞുങ്ങള് 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ളവര്, അവരെന്നും ഇങ്ങനെ അമ്മമാര് മിറ്റം അടിക്കുന്ന കണ്ടിട്ട് ചിലപ്പോൾ അവരും ചൂരെടുത്തോണ്ട് പോയി ഭയങ്കര അടിയടിക്കുന്ന കാണാം. ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവർ ശീലിക്കുന്നത്, അമ്മ ചെയ്യുന്ന കണ്ട് ശീലിക്കുന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മളൊരു ഉപദേശം കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യും. അതിന് നമ്മുടെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചാൽ അവരിത് ട്രെയിൻ ചെയ്തില്ലെങ്കിൽ അവരുടെ ഭാവിക്ക് ഇത് ദോഷമായി തീരും. അപ്പൊ അവരെ വെറുതെ വിട്ടാൽ ഇല്ലേ, അവരുടെ ഭാവിയിൽ അവർ ഞെരുങ്ങേണ്ടി വരും. പക്ഷെ ഇന്നേ അവർ ശീലിച്ചാലോ. ഇപ്പം എന്റെ കാര്യം ഞാൻ പറയാം, എനിക്ക് അടുക്കളയിൽ കയറി ഒന്നും ചെയ്യാൻ അറിയത്തുമില്ല, മടിയുവാ. ആകെപ്പാടെ ഞാൻ ചെയ്യുന്ന കാര്യം ചായ ഉണ്ടാക്കും, പിന്നെ മുട്ട പൊരിച്ച് തിന്നും. ഇത് രണ്ടല്ലാണ്ട് ഒരു പണി ചെയ്യാൻ. കാരണം അങ്ങനായിരുന്നു എനിക്ക് കിട്ടിയ ട്രെയിനിങ്. നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മുടെ പറമ്പിലെ കാര്യങ്ങളും കന്നാലിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ വഴിക്ക് തിരിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു ട്രെയിനിങ് കിട്ടിയില്ല. പക്ഷെ ഇന്ന് ആ കാലഘട്ടം അല്ല. അതുകൊണ്ട് ആ നിലയിൽ നമുക്ക് പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി നമുക്ക് ചെയ്യിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾക്കൊരു മകളുണ്ട്, ഒരു വിദ്യാർത്ഥി ആയിരിക്കെ ഇപ്പോഴേ അവളുടെ റോളിൽ അങ്ങേയറ്റം വിശ്വാസം പുലർത്തിയും ദൈവം നൽകിയ കഴിവുകളും താലന്തുകളും പരമാവധി ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് ഞങ്ങൾ അവളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ ഒരു കരിയറിന് അടിമയാകരുതെന്നും, അതായത് ദൈവത്തെക്കാൾ കൂടുതൽ പഠനത്തിലുള്ള കാര്യങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഒരു സ്ത്രീ എന്ന നിലയിൽ ദൈവം വെച്ചിരിക്കുന്ന റോൾ ദൈവഭക്തിയെ ഒരു ഭാര്യയും അമ്മയും ആയിരിക്കണമെന്നും അവളെ പഠിപ്പിക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തരുമോ? ഇപ്പം പെൺകുട്ടികളോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ അവരുടെ നേച്ചറിൽ ഈ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരമ്മയായിരിക്കാനുള്ളതും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇളയ കുഞ്ഞുങ്ങളുണ്ടല്ലേ, 2-3 കുഞ്ഞുങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഒരു മൂത്തൊരു പെൺകുട്ടി, എൻ്റെ ഇളയൊരു ആൺകുട്ടി, എൻ്റെ ഇളയ വേറൊരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. ഈ മൂത്ത കൊച്ച് ആ കൊച്ചു കരയുമ്പോഴേ ഓടിച്ചെല്ലുകയും എടുക്കുകയും അതിനെ ഉറക്കാൻ ശ്രമിക്കുകയും അതിന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാം. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ചെയ്യും. അതിന്റെ കാരണം അവരുടെ നേച്ചറിൽ അത് ഇട്ടിട്ടുണ്ട്. നൈസർഗികമായിട്ട് അവർക്ക് അങ്ങനത്തെ ഒരു വാസനയുണ്ട്. നമ്മൾ അതിനെ വികസിപ്പിക്കാനുള്ള ഉപദേശങ്ങളും പ്രോത്സാഹനങ്ങളും കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പം വളരെ നല്ലതാണെന്ന് ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊരു ഉപദേശവും ഒരു താങ്ങലൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ദൈവനും പറയുന്ന പോലെ മുമ്പേ ഒരു രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇപ്പം കഴിഞ്ഞ സൺഡേ നമ്മുടെ ഇവിടുത്തെ ഒരു കൊച്ചു സഹോദരി സാക്ഷി പറഞ്ഞു, ഞാൻ ഭയങ്കര ടെൻഷന്റെ ആളായിരുന്നു. അവസാനം എനിക്ക് മനസ്സിലായി, ഈ ടെൻഷൻ അടിച്ചാൽ ഒന്നും സാധിക്കാൻ പോകുന്നില്ല, കർത്താവിൽ ആശ്രയിച്ചാലേ രക്ഷയുള്ളെന്ന് മനസ്സിലായത്. എനിക്ക് ടെൻഷനൊക്കെ പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ കർത്താവിനോട് അങ്ങ് പറയും, കർത്താവ് എന്നെ അറിയാമല്ലോ, ഞാൻ ഇങ്ങനത്തെ ഒരാളാ, എനിക്ക് ഇത്രയൊക്കെ ബുദ്ധി ഞാനൊക്കെ ഉള്ളു, നീ എന്നെ സഹായിക്കണം. ആ നിലയിൽ ഞാൻ കർത്താവിൽ അങ്ങ് ആശ്രയിക്കുക. അപ്പൊ എനിക്ക് ഒത്തിരി സ്വസ്ഥയുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ നിലയിൽ ട്രെയിൻ ചെയ്യിക്കണം. ഒന്നാമത് നൈസർഗികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. ഉത്സാഹിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഉപദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരങ്ങനെ വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാതൃകയാണ്. നമ്മൾ കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ ശ്രദ്ധിക്കും. അതൊരു മാതൃകയാണ്, അതൊരു ട്രെയിനിങ്. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് അതിനെ പിന്തുടരാൻ ശ്രമിക്കും. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും വന്നിരിക്കുന്ന ചോദ്യങ്ങള് എഫീസർ 5:33, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അവസാനത്തെ വാക്യം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു എന്നത് ഒരു ഭാര്യ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത്, ദയവായി ഇതൊന്ന് വിവരിച്ച് തരാമോ? എഫീസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമാണത്. അവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ ഭാര്യയെ ഭയപ്പെടണം, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടണം. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ്. ഭാര്യയോ ഭർത്താവിനെ ബഹുമാനിക്കേണ്ടതാകുന്ന പറഞ്ഞിരിക്കുന്നത്, അല്ലെ? Let the wife see to it that she respect her husband.
അപ്പം ബഹുമാനിക്കുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ ഈ ഭയവും ബഹുമാനവും തമ്മിൽ ഏകദേശം ഒന്ന് തന്നെയാണ് നമുക്ക് വേണം പറയാം. നമുക്കൊരു ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പം നമ്മൾ എന്തുകൊണ്ടാ അയാളെ ബഹുമാനിക്കുന്നത്? ഭയമുള്ളത് കൊണ്ടാ, അല്ലേ? അയാളോടൊരു ഭയം ഉള്ളത് കൊണ്ടാ അയാൾ പറയുമ്പോൾ നമ്മൾ തറുതലൊന്നും പറയാതിരിക്കുകയും അയാൾ പറയുന്ന പോലെ ചെയ്യുകയും ചെയ്യുന്നത്. അയാളെ ഭയമില്ലെങ്കിലോ? ഭയമില്ല, നമ്മളങ്ങനെ ചെയ്യത്തില്ല. ഏകദേശം അർത്ഥത്തിൽ ഇത് രണ്ടും ഒന്നാണ്. അപ്പം ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമുക്കറിയാം, ഒരു SIയെ റെസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന്, അയാൾ സംസാരിക്കുന്ന നമ്മൾ നിശബ്ദരായിരിക്കും. അയാൾ പറഞ്ഞു തീർന്നു കഴിഞ്ഞിട്ടേ നമ്മൾ പറയത്തുള്ളൂ. അപ്പം ഭർത്താവിനോടുള്ള ബന്ധത്തിലും പ്രാക്ടിക്കലി ഇതൊരു കാര്യമാണ്. അപ്പം ഭർത്താവ് ഒരു കാര്യം പറയുമ്പം നിശബ്ദരായി അത് മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് കർത്താവ് എന്തെങ്കിലും മറുപടി പറയുന്നുണ്ടെ പറയില്ല, പറയാതിരിക്കുക. ചോദിക്കുക, നീ എന്നെ മിണ്ടാത്തെന്ന് ചോദിച്ചാൽ പറയണം, എനിക്കൊന്നും മിണ്ടാനില്ല. അപ്പൊ ഇവിടെ എല്ലാ പ്രവൃത്തിയിലും അത് വരും. നമുക്ക് ഭയമുള്ള ഒരാളോടുള്ള ബന്ധത്തിൽ എന്തുണ്ടാവും? ബഹുമാനം ഉണ്ടാവും. ബഹുമാനത്തിൽ നിന്ന് വരുന്ന കുറെ പ്രവൃത്തികളുണ്ട്. അപ്പൊ നമ്മളോട് ദൈവത്തെ ഭയപ്പെടാൻ പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നു എന്നുള്ള ചില പ്രവൃത്തിയിലൂടെ അത് വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്, എന്ത് ചെയ്യല? പാപം ചെയ്യത്തില്ല, അല്ലെ അനുസരിക്കും. ദൈവഭയം ഇല്ലാത്തതുകൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തെ ഞാൻ ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ ലക്ഷണം, അല്ലെ ബഹുമാനിക്കുന്നുള്ള ലക്ഷണം, ഞാൻ കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെ അനുസരിക്കും. അനുസരണമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. അപ്പം വെളിച്ചത്തിന്റെ ഫലത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, അതിന്റെ 10-ാമത്തെ വാക്യം, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. സകല സൽഗുണവും. ആ സൽഗുണം എന്ന് പറയുന്നത് ഒന്നിതാണ്, ബഹുമാനിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ്, ആദരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇതാണ്. അപ്പം അതുപോലെ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അനുസരിക്കുന്നു, നിശബ്ദമായിട്ട് തറുതല പറയില്ലേ, അതിന് മറുപടി പറയുകയാണെങ്കിൽ തന്നെ താഴ്മയോടെ യോഗ്യമായ രീതിയിൽ മറുപടി പറയുന്നു. ഇപ്പം ഈ ഭയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആരോഗ്യകരമായൊരു ഭയമുണ്ട്, അല്ലാത്ത നശിപ്പിക്കുന്ന ഒരു ഭയമുണ്ട്. ഇപ്പം പണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ആദ്യം ഗ്യാസ് കണക്ഷൻ കിട്ടിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഇത് കത്തിക്കാൻ. ഇങ്ങനെ മാറി നിന്നിട്ട് കൈ നീട്ടി പിടിച്ചിട്ടായിരുന്നു ലൈറ്റർ അടിക്കുന്നത്. അത് ആരോഗ്യകരമായൊരു ഭയമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഇപ്പം വളരെ കൂളായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ആ ഭയം ആരോഗ്യകരമായൊരു ഭയമാണ്. മറ്റൊരു പേടിയാ. ആ പേടിയുള്ള ഒരാളും ഒരിക്കലും അത് ചെയ്യാൻ പോകത്തില്ല. പിന്നെ അപ്പൊ ദൈവത്തെ ഭയപ്പെടാനാ പറഞ്ഞത്, ദൈവത്തെ പേടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ ഭയപ്പെടാനാ പറഞ്ഞിരിക്കുന്നത്. ആ ഭയം ആരോഗ്യകരമാണ്. ആ ഭയത്തിൽ നിന്നാണ് നമ്മൾ പാപം വിട്ടൊഴിയുന്നത്, പാപം ചെയ്യാതിരിക്കുന്നത്. നമ്മൾ അടുത്ത് ചെല്ലും, അല്ലേ? ഇപ്പൊ പേടിയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ചെല്ലത്തില്ല, പക്ഷെ ഭയമുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ കഴിയും. ഈ പേടിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒളിച്ചിരിക്കും. അങ്ങനത്തെ ഇതുണ്ട്. രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മുടെ കുട്ടികളെ ദൈവിക നിയമങ്ങൾ അനുസരിക്കാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അവർ ഈ ശിക്ഷണത്തിലാണ് വളരുന്നത്. പക്ഷെ പിന്നീട് അവർ സ്വന്തം ശക്തിയിൽ ഇതെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ ആവശ്യമില്ലാത്തിടത്ത് അവർക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയും. സ്വന്തം ശക്തിയിലും ഇച്ഛാശക്തിയിലും ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ അവരെ എങ്ങനെ പഠിപ്പിക്കാം? പിന്നെ ഒരു കാര്യം, സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിയത്തില്ലെന്നുള്ള കാര്യമാണ് സത്യം. അപ്പൊ നമ്മൾ ഇവരെ പഠിപ്പിക്കുമ്പോൾ ഒരു ന്യായപ്രമാണം അവരെ പഠിപ്പിക്കുന്നത്, ഇല്ലേ? തൊടരുത്, പിടിക്കരുത്, നോക്കരുത്, പോകരുത്, വരരുത്. അപ്പൊ അവരുടെ ഉള്ളിലുള്ളത് ഇതിനെതിരായിട്ടുള്ള ചിന്തയാണ്. ഇപ്പൊ ന്യായപ്രമാണ കാലഘട്ടത്തിൽ യഹൂദനെ നോക്കിയാൽ മതി. ആ കൽപ്പന അനുസരിച്ച് അവർക്ക് അവസാനം എങ്ങനെ ആയിത്തീർന്നേ? പരീശന്മാരെ. അവരെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ എങ്ങനെ നരകവിധി തെറ്റിയൊഴിയും. അതിന്റെ കാരണം എന്താ? അതനുസരിക്കാൻ കഴിയുന്നതെന്നാൽ ആയിരുന്നില്ല. അപ്പൊ നമ്മൾ അവരെ
ഈ നിലയിൽ ശിക്ഷണത്തിൽ വളർത്തുമ്പം ബാഹ്യമായിട്ട് ശരിയാതെ, പക്ഷെ ആന്തരികമായിട്ട് അങ്ങനെ ആയിരിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് അവരനുസരിക്കുന്നവരും ഭയപ്പെടുന്നവരും നമ്മൾ പറയുന്നതിന് എതിരൊന്നും പറയത്തില്ല, പക്ഷെ അവരുടെ ഉള്ളു മുഴുവൻ അതിനെതിരായിരിക്കും. അല്ലെ, പണ്ടൊരു കുട്ടിയുടെ ഉദാഹരണം സാഗ്ലൂർ പറയാറില്ലേ, ആ കുട്ടിയോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു, പുള്ളി കേട്ടില്ല, കാരണം വടിയെടുത്തു. വടിയെടുത്ത ഉടനെ പുള്ളി ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴും നിൽക്കുക, പുറമേ ഇരിക്കുന്നേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ട്രെയിനിങ് അങ്ങനെ, അവരുടെ ഉള്ളിൽ അങ്ങനെ ആയിരിക്കത്തില്ല, പക്ഷെ പുറമേ നമ്മുടെ കാഴ്ചയിൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ ഗലാത്യലേഖനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ ന്യായപ്രമാണം ഒരു ശിശുപാലകന്റെ റോളാ ചെയ്തത്. അത് ആത്യന്തികമായിട്ട് അത് ചെയ്യേണ്ടത് ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവന് നിത്യവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, പക്ഷെ ജീവൻ പ്രാപിച്ച് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. പരീശന്മാരോടാ പറഞ്ഞത്. പക്ഷെ ഈ ന്യായപ്രമാണവും പ്രവാചകന്മാരെല്ലാം ആരെയാ വിരൽ ചൂണ്ടിയേ? കർത്താവിലേക്കാ. പക്ഷെ കർത്താവിൽ ചെല്ലാൻ അവർക്ക് മനസ്സിലായിരുന്നു, അവർ കർത്താവിനെ നിരസിച്ചു. അപ്പം യഥാർത്ഥത്തിൽ അവര് സത്യസന്ധരാണെങ്കിൽ അവർ കർത്താവിനെ പോയി കണ്ടുമുട്ടും. എന്ന് പറഞ്ഞാൽ ഇതനുസരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് വിളിച്ച്, അധ്വാനിക്കുന്നതിന് ഭാരം ചുമക്കുന്ന ഏവരും വേണ്ടവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു. കാരണം ദൈവകൽപ്പന അനുസരിക്കാൻ ജഡത്തിന് പറ്റത്തില്ല. റോമാലേഖനം 8-ാം 6-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? റോമർ 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, 6-7 വാക്യങ്ങളാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവന് സമാധാനവും. ജഡത്തിന്റെ ചിന്ത ദൈവത്തിന് ശത്രുത്വമാകുന്നത്, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ കഴിയുന്നതുമല്ല. പുറമേ കീഴ്പ്പെടും, പുറമേ ഒരു നല്ല, അതുകൊണ്ടാണ് കർത്താവരോട് പറഞ്ഞത്, നിങ്ങൾ പുറമേ കണ്ടാൽ വെള്ള തേച്ച ശവക്കല്ലേറുകൾ, പുറമേ അഴകാണ്, അകം മുഴുവൻ ചീഞ്ഞു നാറുന്ന അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത്, ഈ ചട്ടങ്ങളുടെ കീഴിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആത്യന്തികമായിട്ട് കർത്താവിന്റെ അടുക്ക ചെല്ലും, പാപബോധം വരും. ന്യായപ്രമാണത്താൽ എന്താ സംഭവിക്കുന്നത്? പാപബോധം, പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. നമ്മളത് ചിന്തിച്ചിരുന്നു ഇന്നലെ അല്ലെ, ചൊവ്വാഴ്ച. അപ്പൊ ആ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വരുമ്പം ആ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആരുടെ അടുക്കലാണ് പോകുന്നത്? കർത്താവിന്റെ അടുക്കലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ഭയങ്കര അനുസരണമുള്ള മര്യാദക്കാര് പിള്ളേര്, അന്നൊക്കെ ഇവിടെ കോളേജുകളില്ലായിരുന്നു, കോഴിക്കോട് പോകണം. അവരിവിടുന്ന് പോയി കോഴിക്കോട് എത്തിക്കഴിഞ്ഞതിന് ശേഷം അവരെ പിടിച്ചാൽ കിട്ടത്തില്ല, ഏറ്റവും വലിയ തെമ്മാടികളായിട്ട് മാറും. പക്ഷെ ഇവിടെ ഈ 12-ാം ക്ലാസ് അല്ലെ പ്രീ ഡിഗ്രി, അത് പ്രീ ഡിഗ്രി അവർ പഠിച്ച പിള്ളേരൊക്കെ നല്ല അഭിപ്രായമുള്ള പിള്ളേരായിരുന്നു, അനുസരണമുള്ളവരെ, ശാന്തര്, ഒരു തോന്നിയാസവും ഇല്ല, ഒരു ദുർഗുണവും ഇല്ലെന്നൊക്കെ പറയുന്ന ആള് അവിടെ ചെന്ന് 3 മാസം കഴിയുമ്പം കേൾക്കുന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഇവിടെ പേടിച്ചിട്ടാ അവരനുസരിക്കുന്നത്. അനുസരിക്കാന്ന് പറയുമ്പോൾ പുറമേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉള്ളു മുഴുവൻ അങ്ങനെ അല്ലായിരുന്നു. അപ്പം പേടിക്കാൻ ആളില്ലാത്തടത്ത് ചെന്നപ്പോൾ അവർ ഉള്ളിലുള്ളതെല്ലാം പുറത്തു വന്നു, അവർ തോന്നിവാസം നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ പോലെയാ. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം ചെയ്തൊരു കാര്യം, ഞാനൊരു പാപിയാണ്, എനിക്ക് രക്ഷകന്റെ ആവശ്യമുണ്ടെന്നുള്ളൊരു ബോധ്യം തരിക ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ഒരാളെയാണ് കർത്താവ് വിളിച്ചത്, നിങ്ങൾ എൻ്റെ അടുക്ക് പോയി ഞാൻ നിങ്ങളെ ആവശ്യം. അങ്ങനെയുള്ളവർ ചെന്നിട്ടാണ് രക്ഷ പ്രാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ശീലിപ്പിക്കേണ്ട ഒരു ചുമതലയുണ്ട്, ഉപദേശം കൊടുക്കണം. അവര് പുറമേ ഉള്ള ഈ അനുസരണമൊക്കെ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്, അത് ഒറിജിനലാണെന്ന് ചിന്തിക്കരുത്. നമ്മളവരെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ നമ്മളെ തന്നെ വിധിച്ചാൽ നമുക്കറിയാം. നമുക്ക് നമ്മളെ തന്നെ വിധിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മളവരെ നയിക്കേണ്ടത്. വേറെ ചോദ്യമൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ സമയം മുന്നോട്ട് പോയെന്ന് തോന്നുന്നല്ലേ? നിങ്ങളൊക്കെ ക്ഷീണിച്ചു വന്നവരല്ലേ? മറ്റെന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് നമുക്ക് ചോദിക്കാം. ഇടയ്ക്ക് സാഗ്ലൂർ പറയല്ലേ, ഇടയ്ക്ക് സഹോദരിമാരോട് പറയണം ഐ ലവ് യു എന്നൊക്കെ പറയണമെന്ന് പറയാറില്ലേ? നമ്മൾ മനുഷ്യർ എന്നുള്ള നിലയിൽ അതൊക്കെ ആവശ്യമാണ്. ചിലപ്പം അവരെ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യുന്ന കാണാൻ കഴിയും. തിരിച്ചും നമുക്കല്ലാതെ പ്രാക്ടിക്കലി അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം യാഥാമ്യസന്ധി എന്നുള്ള നിലയിൽ
ഈ വിദേശികൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട് അല്ലേ? അവരെന്ത് നമ്മൾ ചെയ്തു കൊടുത്താലും നന്ദി പറയും, താങ്ക് യു. നമുക്ക് ഇച്ചിരി വിഷമമായിരുന്നു നന്ദി പറയാൻ. നമ്മൾ ഇച്ചിരി എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു എന്നൊക്കെ പറയത്തുള്ളൂ. പക്ഷെ അവര് ഒരു ഫ്ലോ ഉണ്ട് അവർക്ക്, പെട്ടെന്ന് അവര് പറയാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ രൂപാന്തരം വരുന്ന തോറും ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. ഇന്നാളെ ഞങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ സഹോദരൻ ചോദിച്ചെന്ന്, നിങ്ങൾ ആരെങ്കിലും സഹോദരിക്ക് പ്രൈസിലോട് കൊടുക്കാണ്ട് രാവിലെ? ഞാൻ പ്രൈസിലോടും കൊടുക്കും, ഒരു ഉമ്മയും കൊടുക്കും. മനുഷ്യരെന്നുള്ള നിലയിൽ അതൊക്കെ നമ്മളെ പലപ്പോഴും ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവരെ നമ്മളൊരു ഭാഗത്ത് പറയുന്നില്ലേ കോരിന്ത്യ ലേഖനത്തില്, അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരുന്നവനെ പുറത്താക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം അടുത്ത ലേഖനത്തിൽ പറയുന്നേ, നിങ്ങളുടെ സ്നേഹം അവന് ഉറപ്പിച്ചു കൊടുപ്പീൻ. അവനിങ്ങനെ അകറ്റി നിർത്തരുത്. അവൻ പാപം ചെയ്തു, പക്ഷെ അവൻ അനുദപിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അവർ നിങ്ങളുടെ സ്നേഹം അവനെ കൈക്കൊള്ളുകയും ഉത്സാഹിപ്പിക്കുകയും നിങ്ങളോട് ചേർത്ത് പിടിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കേണ്ട ഒരു സ്നേഹമാണ്. അങ്ങനെ ആയിരിക്കാനല്ലേ ദൈവം നമ്മളെ സ്നേഹിച്ചു, അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയ ക്രൂശിലെ. അപ്പൊ നമ്മളും പ്രവൃത്തിയിലൂടെ വാക്കിലൂടെ എല്ലാം നമ്മുടെ സ്നേഹം പ്രദർശിപ്പിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അത് ഒത്തിരി ടെൻഷൻ കുറയ്ക്കും, പരാതികൾ ഇല്ലാണ്ടാക്കും, സഹോദരിമാർക്ക് കൂടുതൽ ധൈര്യം ഉറപ്പ് കൊടുക്കും. ഈ സഹോദരിമാരുടെ പ്രത്യേകതയുണ്ടല്ലോ, അവരെപ്പോഴും സഹോദരന്മാരെ സംശയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഒരു സഹോദരിയോട് ഇച്ചിരി അടുത്ത് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ടപ്പുള്ളിയാക്കി വെക്കുക, എന്നാ നിങ്ങൾക്ക് പുള്ളിക്കാരിയോട് ഇത്രയും ഒരു അടുപ്പമെന്നൊക്കെ ചോദിക്കുക. സഹോദരിമാരുടെ നേച്ചർ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് തുറന്ന് ഇടപെടുന്നതാണ് കുറെ കൂടെ. സഹോദരന്മാർക്ക് ഇല്ലെന്നല്ല കേട്ടോ, സഹോദരന്മാർക്കാൾ കുറച്ചുകൂടെ കൂടുതൽ സഹോദരിമാർക്കാണല്ലേ ആ കാര്യം, ആ സെൻസ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളെ ഒരു വെളിച്ചമായിട്ട് വിളിച്ചെടുത്ത് നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതം കൊണ്ട് സഭാജീവിതം കൊണ്ട് നമ്മൾ ഈ ഇരുണ്ട ലോകത്ത് ഒരു മാതൃകയും വെല്ലുവിളിയായിട്ട് തീർന്ന് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നേഹമുള്ള പിതാവേ, നന്ദിയോടെ അടികളങ്ങി സ്തുതിക്കുന്നു. അടികളെ വിളിച്ചിരിക്കുന്ന ഉന്നത വിളിക്കായി നന്ദി കർത്താവേ. നാൾതോറും ക്രൂശെടുത്ത് സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് അവിടുത്തെ ഇഷ്ടം ചെയ്ത് അടികൾ ജീവിതം കൊണ്ട് അവിടുത്തെ സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ഒരു ജാതിയായി നിൽപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ആയിരിക്കുന്നിടത്തെല്ലാം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലെ, സഭയിലെ, ഓഫീസുകളിലെ, അടിയങ്ങളെ യാത്രാ സ്ഥലങ്ങളുടെ അടിയിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോടുള്ള ബന്ധത്തിലും ജീവിതം കൊണ്ട് സൽഗുണങ്ങളെ ഘോഷിക്കുന്ന ഒരു ജാതിയായി നിന്ന് അവിടുത്തെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ അടിയങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ, ആമേൻ.